ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലെ ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ പരീക്ഷയുടെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെടുത്തി ഡ്യുവൽ പർപ്പസ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി ബ്രീഡ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവാണ്. ഡ്യുവൽ പർപ്പസ് അല്ലെങ്കിൽ എന്താണ് യൂട്ടിലിറ്റി ബ്രീഡ്സ്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും 4 ബ്രീഡ്സ് ഉണ്ട്. ഒരുപാട് ബ്രീഡ്സ് ഉണ്ടെങ്കിൽ കൂടിയും നമുക്ക് പ്രധാനമായിട്ട് 4 ബ്രീഡ്സ് മാത്രമേ സിലബസിലുള്ളൂ. അതിനെക്കുറിച്ച് മാത്രം പഠിച്ചാൽ മതി. മക്കളെ, വലിച്ചു വാരി പഠിക്കുന്നിടത്തല്ല മിടുക്ക്, മനസ്സിലാക്കുക. എല്ലാം കൂടെ വലിച്ചു വാരി പഠിക്കുന്നില്ല, എന്ത് പഠിക്കണമെന്ന് കൃത്യമായി മനസ്സിലാക്കി റൂട്ട് മനസ്സിലാക്കി പഠിക്കുന്നിടത്താണ് മിടുക്ക്. അപ്പോൾ നോക്കൂ, നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കുമ്പോഴേ നമ്മുടെ പുസ്തകത്തിലില്ലാത്ത പോയിന്റ്സ് എവിടെ നിന്നാണ്, അതിന്റെ റൂട്ട് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അവിടെ നിന്ന് എടുക്കേണ്ട പോയിന്റ്സ് എല്ലാം എടുത്തിട്ടായിരിക്കും നിങ്ങൾ ക്ലാസ് വരിക. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രാവശ്യം 100-ൽ 100 ഒരു പ്രാവശ്യം ഒരു കുട്ടിയെങ്കിലും സ്കോർ ചെയ്ത് കാണണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് പോസിബിൾ ആകും, ഒരു സംശയവും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഫ്രീ ക്ലാസ് സീരീസ് വരുന്നത് നമ്മുടെ റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ കുറച്ച് ഡിലേ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ പഠനം സൂപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. അതുപോലെ മോട്ടിവേഷൻ ലെവൽ കൃത്യമായിട്ടല്ലേ 200 ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് നിൽക്കണം. അപ്പോൾ നമുക്ക് തളർച്ച ഉണ്ടാവില്ല. മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ തളർച്ച ഉണ്ടാവില്ല, അറിയാം നിങ്ങൾക്കത്. നമ്മൾ ഒറ്റ കാര്യം പറഞ്ഞു തരാം. നിങ്ങൾ വളരെയധികം പനി പിടിച്ച് ശാരീരികമായി ക്ഷീണിച്ച് പണ്ടാറാണെങ്കിൽ ഒരു സ്ഥലത്ത് കിടക്കുകയാണെന്ന് വെച്ചോ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ മോഹൻലാൽ ആവട്ടെ, മമ്മൂട്ടി ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പോട്ടെ നിങ്ങൾ പ്രണയിക്കുന്ന ഒരാൾ, അവർക്ക് അറിയില്ല നിങ്ങൾ പ്രണയിക്കുന്നത്, അയാൾ വീട്ടിൻ്റെ തൊട്ടടുത്ത് വന്നിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നില്ലാത്ത എനർജി നമ്മുടെ ശരീരത്തിലേക്ക് ഇരച്ചു കയറി വരികയില്ലേ? വരും. എന്തുകൊണ്ടാ? പവർ ഇരിക്കുന്നത് ഇവിടെയാ, ഇതിലല്ല. പവർ ഇരിക്കുന്നത് എവിടെയാണ്? ഇവിടെയാണ്. ഇതൊന്ന് മാറി ചിന്തിക്കുമ്പോഴത്തേക്കും പവർ ഇങ്ങ് പോരും, ഉറക്കമൊക്കെ അങ്ങോട്ട് പോവും, നമ്മളങ്ങോട്ട് ഉണരും. പിന്നെ നിങ്ങൾ അങ്ങ് പ്രവർത്തിച്ചോണ്ടാൽ മാത്രം മതി. മൊത്തത്തിലൊരു പൂത്തിരി വാരിയിട്ട് കത്തിച്ച പോലെ അവസ്ഥയായിരിക്കും നിങ്ങളുടെ അവസ്ഥ. സോ യുവർ ലൈഫ് ഈസ് ഗോയിങ് ടു ചേഞ്ച് ഫോർ എവർ. ലൈക്ക് യു ആർ ഗോയിങ് ടു ഡു സംതിങ് വാല്യുബിൾ. എങ്ങനെ? നിങ്ങളുടെ ലൈഫ് വർത്തിയർ ആണെന്ന് നിങ്ങൾ തെളിയിക്കാൻ പോവുകയാണ് ഈ ഒരു പരിശീലന പരിപാടിയിലൂടെ. അപ്പൊ നമുക്ക് തുടങ്ങാം. എന്താണ് ഇന്ന് വരുന്നത്? ഡ്യുവൽ പർപ്പസ് ബ്രീഡ്സ് ആണല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം, പേര് തന്നെയുണ്ട്. 2 ആവശ്യങ്ങൾക്ക് വേണ്ടി വളർത്തുന്ന അല്ലെങ്കിൽ യൂട്ടിലിറ്റി, ഇത് ഉണ്ടെങ്കിൽ അതും നടക്കും ഇതും നടക്കും, അങ്ങനെയുള്ള ബ്രീഡ്സിനെ നമ്മൾ എന്ന് പറയാ ഡ്യുവൽ പർപ്പസ് ബ്രീഡ് എന്ന് പറയാ. അപ്പൊ അതിനകത്ത് ഞാൻ ഈ ഒരു ചിത്രം തന്നെ വെച്ചേക്കുന്നത് അതിന്റെ ഭംഗി മാത്രം കൊണ്ടല്ല, വളരെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ബ്രീഡാണ് നമ്മുടെ കാങ്കറേജ് എന്ന് പറഞ്ഞ ബ്രീഡ്. കാരണം എത്ര പ്രാവശ്യം ഇതുമായി ബന്ധപ്പെടുത്തി ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റത്തില്ല. കാരണം കാങ്കറേജ് സ്ഥിരം വേട്ടമുഖമാണ് PSCയുടെ. കാരണം അത്രയും പോയിന്റ്സ് നമുക്ക് കാങ്കറേജ് ബന്ധപ്പെടുത്തി പഠിക്കാനുണ്ട്. നോക്കാം ഏതൊക്കെയാണെന്ന്. നോക്കുന്നത് ഏതൊക്കെയാണ്? ഡിയോണി, കാങ്കറേജ്, ഹരിയാന ആൻഡ് താർപാർക്കർ. ഇങ്ങനെ 4 ബ്രീഡ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് PYQs നോക്കിയപ്പോ മക്കളെ, ഇതുമായി ബന്ധപ്പെടുത്തി ഈ ക്ലാസ് പഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെടുത്തി കിട്ടാൻ സാധ്യതയുള്ള PYQs ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാം. ആൻ എക്സാമ്പിൾ ഫോർ ഡ്യുവൽ പർപ്പസ് ബ്രീഡ് ഓഫ് കാറ്റിൽ. കാറ്റിലെ ഡ്യുവൽ പർപ്പസ് ബ്രീഡിന് എക്സാമ്പിൾ ആയത് ഏതൊക്കെയെന്ന് ചോദിച്ചിരിക്കുന്നു. കാങ്കറേജ്, ഹല്ലികാർ, അമൃതമകൾ, കങ്കായം അല്ലെ. ഹല്ലികാർ, അമൃതമകൾ, കങ്കായം നമുക്ക് പഠിച്ചവർക്ക് അത് അറിയാൻ പറ്റും. പക്ഷെ കാങ്കറേജും കങ്കായോ കാണുമ്പോഴത്തേക്കും പണ്ട് എനിക്ക് തിരിഞ്ഞു പോകുമായിരുന്നു. എനിക്ക് അപ്പോൾ കാങ്കറേജ് ആണോ കങ്കായോ ആണോ, കാങ്കറേജ് ആണോ കങ്കായോ ആണോ സംശയം വരും. കാരണം കാങ്കറേജിന്റെ പടം കാണുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പടം മനസ്സിലേക്ക് വരുമ്പോഴത്തേക്കും അത് ഡ്യുവൽ പർപ്പസ് ആണെന്ന് തോന്നത്തില്ലേ. കാരണം എന്താ വെച്ചാൽ പവർഫുൾ കാറ്റിൽ, വളരെ പവർഫുൾ ആയിട്ടുള്ള അനിമലാണ്. അതുകൊണ്ട് അതിന് ഡ്യുവൽ പർപ്പസ് നമുക്ക് തോന്നത്തേയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. കണ്ടില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അയർ ഹോൺ ഗ്രേ കാറ്റിൽ ഗ്രൂപ്പ്സ്. അയർ ഹോൺ ഗ്രേ കാറ്റിൽ ഗ്രൂപ്പ്സ്, ഇത് എന്ത് ക്വസ്റ്റ്യനാ? ഇങ്ങനെ ഒരു സംഗതി നമ്മുടെ പുസ്തകത്തിൽ ഇല്ലല്ലോ. പക്ഷെ പരീക്ഷയ്ക്ക് ചോദിച്ചു 2015 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അയർ ഹോൺ ഗ്രേ കാറ്റിൽ ഗ്രൂപ്പ്സ്. അയർ എന്ന് പറയുന്ന സംഗതി ഉള്ളത് കൊണ്ട്, അയർ ഷേപ്ഡ് ഹോൺസ് കാങ്കറേജിന് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായിട്ടും ആൻസറിലേക്ക് എത്താൻ പറ്റും. പക്ഷെ ഇങ്ങനെ കാറ്റിൽ ഗ്രൂപ്പ്സ് ഉണ്ടോ? ഗ്രൂപ്പ്സ് ഉണ്ട്. അങ്ങനെ ഗ്രൂപ്പിംഗ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ഇല്ലാന്നേ ഉള്ളൂ. അപ്പൊ ആ 2 ഗ്രൂപ്പ് ഏത്, ആ ഗ്രൂപ്പിൽ ഏതൊക്കെ അനിമൽസ് വരുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി പോകാൻ പറ്റും. അതുപോലെ നമ്മുടെ ഡ്രോട്ട് പേപ്പേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് പിന്നെ 4ഓളം ഗ്രൂപ്പ്സ് ഉണ്ട്. ആ ഓരോ ഗ്രൂപ്പിലും ഏതെല്ലാം അനിമലിന്റെ എക്സാമ്പിൾ ആണെന്ന് മനസ്സിലാക്കി പോകാൻ പറ്റും. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പൊ നെക്സ്റ്റ് ലെവലിൽ നിങ്ങൾ ഒരുപാട് വായിച്ച് കാട് കയറണ്ട, ഏതുവരെ പോകണം, എവിടെ നിർത്തണമെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഓക്കെ. അപ്പോൾ പലർക്കും ഒന്ന് ഉത്തരം കിട്ടിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇത് കാണുമ്പോഴത്തേക്ക് ഇത് അതാണോ? എനിക്കാണെങ്കിൽ തോന്നും അയർ കാങ്കറേജ് ഓക്കെ കണക്ട് ചെയ്യാവോ, നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയാണോ? കാറ്റിൽ ഗ്രൂപ്പ് അല്ലേ ചോദിച്ചിരിക്കുന്നേ, അല്ലെങ്കിൽ താർപ്പാക്കറിന് അത് വരത്തില്ലല്ലോ. ഇങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ചിന്തിക്കും. മനസ്സിലായില്ലേ? നമ്മൾ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്ക് എന്താണ്, പലരും വിട്ടുപോയിട്ടുള്ള ചോദ്യമാണത്. അതുപോലെ ഗേറ്റ് സവായിച്ചൽ, കണ്ടോ? സവായിച്ചൽ അതും ആരാണ്? കാങ്കറേജ്. കണ്ടോ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കാങ്കറേജിലാണ് കിടക്കുന്നത്. സവായിച്ചൽ എന്ന് നമുക്കറിയാം എന്താണ്? ഇങ്ങനെ കുലുങ്ങിയുള്ള നടത്തം അല്ലേ. എന്താണ്? അങ്ങനെ കുലുങ്ങിയുള്ള സവായിച്ചൽ എന്ന് പറയുന്നത് സ്പെഷ്യൽ ഗേറ്റ് ആർക്കുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാങ്കറേജിനുള്ളതാണ്. ഈ സവായിച്ചൽ ഓർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ബാഹുബലി സിനിമ കണ്ടാൽ അതിലെ ബാഹുബലി സിനിമയിൽ
ഈ കാങ്ക്രേജ് കാറ്റിലിന്റെ കൊമ്പിലാണ് പന്തം കൊളുത്തി വെച്ചുകൊണ്ട് ബാഹുബലി ഫസ്റ്റില് പട നയിക്കുന്നത് അല്ലേ, അതാണ് സവായിച്ചൽ. ഓക്കെ, അപ്പൊ നോക്ക 3 ചോദ്യവും കാങ്ക്രേജുമായിട്ട് ബന്ധപ്പെടുത്തിയ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, അത്രയും ഇമ്പോർട്ടന്റ് ആണ് കാങ്ക്രേജ്. അതുകൊണ്ട് ഞാൻ പടം അവിടെ തന്നെ എടുത്ത് വെച്ചത്. അപ്പൊ നോക്ക, ഇതുപോലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം കണ്ടെത്താൻ പോവുകയാണ്. ഇതിനു മുന്നേ ടെക്സ്റ്റിൽ നല്ലാതെ എവിടെ നിന്ന് ചോദ്യം ചോദിച്ചാലും ആ ചോദ്യങ്ങളെല്ലാം നമ്മൾ നുള്ളിപ്പറക്കി എടുത്ത് അതിന്റെ റൂട്ട് കണ്ടെത്തി അതിനകത്ത് നിന്ന് എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ ഇന്നത്തെ ഫ്രീ ക്ലാസ് സീരീസിൽ നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ റിസൾട്ടാണ്. ആലപ്പുഴ ജില്ലയുടെ റിസൾട്ട് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും അധികം മധുരം പകർന്ന റിസൾട്ട് വേണമെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും അതിന് മുന്നേ തന്നെ നമുക്ക് അപർണയ്ക്ക് നമ്മുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പരീക്ഷയിൽ 1ാം റാങ്ക് ലഭിച്ചിരുന്നു. കാര്യം നമുക്ക് 14 ജില്ലയിൽ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുന്നേ ആദ്യമായിട്ട് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് റാങ്ക് ലിസ്റ്റ് തന്നെ സഹകരണ റേസിലും 1ാം റാങ്ക് കിട്ടി. അത് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് മിക്കവാറും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എപ്പോഴും PSCയിൽ ആദ്യ റാങ്ക് ലിസ്റ്റ് വിടുന്നത് ആലപ്പുഴ ആയിരിക്കും. പലപ്പോഴും അങ്ങനെ ആയിരിക്കും. അങ്ങനെ ആദ്യമായിട്ട് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറിന്റെ വന്ന റാങ്ക് ലിസ്റ്റാണ് ആലപ്പുഴയുടെ. അന്നും അതിമധുരം തന്നുകൊണ്ട് തന്നെ അപർണ കെ അനിലാണ് നമ്മുടെ ഫസ്റ്റ് റാങ്ക് അന്ന് സ്വന്തമാക്കിയത് കേട്ടോ. അതുപോലെ 3ാം റാങ്ക് നമ്മുടെ രേവതി, അതുപോലെ 5ാം റാങ്ക് ശ്രീജ, രാഖി, ശ്രീലക്ഷ്മി, അതുപോലെ നമ്മുടെ 1, 3, 5, 7, 8, 9, 10, 11, 12 അങ്ങനെയാണ് സഹകരണ രജിസ്ട്രേഷൻ്റെ റാങ്കുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഭൂരിഭാഗം പേർക്കും ഇപ്പോൾ നിലവിൽ അഡ്വൈസ് ആയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കൊന്നും അമലിനൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ ഇനി കുറച്ച് പേരും കൂടെയാണ് അവസാനമുള്ള ആൾക്കാർ ഉള്ളത്. അവരും കൂടെ ഈ ഒരു സമയത്തിനുള്ളിൽ അഡ്വൈസ് വാങ്ങാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെയാണ് ഓരോ ജില്ലയിലെയും സഹകരണ രജിസ്ട്രേഷൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ ഓരോ ദിവസവും നിങ്ങളുടെ ചേട്ടന്മാരെയും ചേച്ചിമാരെയും നിങ്ങൾ പരിചയപ്പെടാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എനിക്ക് മിസ്സായ 2ാം റാങ്ക് ഭയങ്കര സങ്കടമാണ്, മിസ്സായ 4ാം റാങ്ക് ഭയങ്കര സങ്കടമാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും 1, 2, 3, 4, 5 ഇങ്ങനെ ആദ്യത്തെ 5ഉം സഹകാരി രജിസ്ട്രേഷനിൽ നിരന്നിരിക്കണം. ആ നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ അത് സാധിച്ചു തരേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളതാണ്. അത് നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം. അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. പൂത്തിരി കത്തിക്കുക, നിരന്തരം നമ്മുടെ തലച്ചോറിനകത്ത് പൂത്തിരി കത്തിച്ചിട്ടുകൊണ്ട് ഡെയിലി ചെയ്യേണ്ടവർക്ക് കൃത്യമായിട്ട് ചെയ്തിട്ട് ഡെയിലി കൊടുക്കേണ്ട പരീക്ഷ കൃത്യമായിട്ട് എഴുതി പവറായിട്ട് മുന്നോട്ട് പോയാൽ മാത്രം മതി. ബാക്കിയെല്ലാം അതിന്റെ പിന്നാലെ ഇഞ്ഞ് പോകും മക്കളെ. അപ്പൊ നമുക്ക് എന്തായാലും നേരെ ആ ഫസ്റ്റ് ക്ലാസിഫിക്കേഷന് കിടക്കാം. അപ്പൊ എന്താണ് ജനറൽ യൂട്ടിലിറ്റി ബ്രീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഡ്യുവൽ പർപ്പസ് ബ്രീഡ് അല്ലേ? ഈ ഗ്രൂപ്പിലുള്ള ബ്രീഡ്സിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവയ്ക്ക് എന്തുണ്ടായിരിക്കും? ആവശ്യത്തിന് മിൽക്ക് പ്രൊഡക്ഷനും ഉണ്ടായിരിക്കും. അതേസമയം ബുള്ളക്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഡോട്ട് പർപ്പസിന് ഓക്കെ ആയിട്ടുള്ള അനിമൽസും ആയിരിക്കും അല്ലെ. പണിയെടുപ്പിക്കാൻ പറ്റിയിട്ടുള്ള അനിമൽസ്, പവർഫുൾ ആയിട്ടുള്ള അനിമൽസും ആയിരിക്കും. രണ്ടും നടക്കും. മറ്റേതാകുമ്പോഴത്തേക്ക് എന്താണ്? സഹിവാളിന്റെ ബുള്ളെന്നവൻ ലെത്താർജിക്കാണ്, മടിയന്മാരാണ് അല്ലെ. ഇവരത്ര മടിയന്മാരെന്ന് നല്ല പവർഫുൾ ആണ്. പവറായിട്ട് പണിയെടുക്കാനും പറ്റും. അതായത് ഒരു വീട്ടിൽ കൊണ്ട് വളർത്തി കഴിഞ്ഞാൽ 2 കാര്യവും നടക്കും. അതേസമയം ഡ്രോട്ട് പർപ്പസിലുള്ള കൗവിനെ വീട്ടിൽ വളർത്തുന്നതൊക്കെ എന്താണ്? വലിയ പാടാണ്. അതൊന്നും മിൽക്കൊന്നും അങ്ങനെ കിട്ടുകയല്ല. വളരെ കുറച്ച് മിൽക്ക് മാത്രമേ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇതിനെ ചില ഹല്ലികറിൻ്റെയൊക്കെ ക്യാറ്റിലിനെയും അതുപോലെ എന്താണ് ബുള്ളിനെയും കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല. കാര്യം എന്താണ്? അതിൻ്റെ അകിടൊക്കെ അതിനകത്തോട്ട് ഇങ്ങനെ ഇരിക്കുന്ന സാധനമാണ്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പോട്ടെ, ഞാൻ പലപ്പോഴും നമ്മൾ ഈ ഡിയറിൻ്റെ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് അകിട് കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല അല്ലേ. കാര്യം എന്താ? അതിൻ്റെ കുട്ടിക്ക് കുടിക്കാൻ ആവശ്യത്തിനുള്ള പാല് മാത്രമേ മിക്കവാറും അതിനകത്ത് ഉണ്ടാവത്തുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ നോക്കാം, അങ്ങനെ 2 തരത്തിൽ 2 യൂസ് നടക്കുന്ന, യൂട്ടിലിറ്റി നടക്കുന്ന അനിമൽസിനെയാണ് നമ്മൾ എന്ന് പറയുക ഡ്യുവൽ പർപ്പസ് ബ്രീഡ് എന്ന് പറയുക അല്ലെ. അതിനകത്ത് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഈ ക്ലാസിഫിക്കേഷൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇനി വരുന്ന ചോദ്യങ്ങളിൽ ഉത്തരം ചെയ്യാൻ പറ്റത്തില്ല. എന്താണ്? ഷോർട്ട് ഹോൺഡ് വൈറ്റ് ഓർ ഗ്രേ ക്യാറ്റിൽ, അതിനകത്ത് ഷോർട്ട് ഹോൺഡ് ഹോൺ ചെറുതായിട്ടുള്ള വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ഗ്രേ വരുന്നൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. 1ാമത്തെ ക്ലാസിഫിക്കേഷൻ. ആ ക്ലാസിഫിക്കേഷനകത്ത് വരുന്നതാണ് എന്തൊക്കെയാണ്? നിമാരി, ഡങ്കി, ഹരിയാന നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഹരിയാന ഇത് ചോദിക്കുക അടുത്ത പ്രാവശ്യം. മിവാട്ടി, റാത്തി, ഓങ്കോൾ, അതുപോലെ കൃഷ്ണവാലി, ഗലാവോ. ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കാനുള്ളതാണ്. ഇനി അയർ ഹോൺ ഗ്രേ ക്യാറ്റൽ അല്ലെ, അയർ ഷേപ്പഡ് ആയിട്ടുള്ള ഹോണുള്ള ഗ്രേ ക്യാറ്റിന് ഉദാഹരണമാണ് താർപ്പാക്കറും കാങ്ക്രേജും അല്ലെ. താർപ്പാക്കറും കാങ്ക്രേജും എന്തിനു ഉദാഹരണമാണ്? അയർ ഹോൺഡ് ഗ്രേ ക്യാറ്റലിന് ഉദാഹരണം. 2 ക്ലാസിഫിക്കേഷൻ നിങ്ങൾ എഴുതി വെച്ചേക്കണം കേട്ടോ. ഇതിനകത്തുള്ള മറ്റേതെങ്കിലും ഒരു ഗ്രൂപ്പിനെ എടുത്തിട്ട് അവർ ഇട്ടേക്കും. പക്ഷേ നമുക്ക് ഇവിടെ നമ്മൾ ഹരിയാനയാണ് കൃത്യമായിട്ട് പഠിക്കാം. ഷോർട്ട് ഹോൺഡ് വൈറ്റ് ഓർ ലൈറ്റ് ഗ്രേ ക്യാറ്റിൽ, അവിടെ അയർ ഹോൺഡ് ഗ്രേ ക്യാറ്റിന് ഉദാഹരണമാണ് താർപ്പാക്കറും കാങ്ക്രേജും. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഡിയോണി നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിയോണി നോക്കാൻ പോവാണ്. ഡിയോണി എന്ന് പറയുമ്പോഴത്തേക്കും നോക്കാം, ഒറിജിൻ ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശ് ഒറിജിൻ. ഇൻ ബിറ്റ്വീൻ നമ്മുടെ മഹാരാഷ്ട്രയുടെയൊക്കെ ഒരു അതിർത്തി മേഖലയെല്ലാം ഡിയോണിയുടെ ഒരു ബ്രീഡിംഗ് ട്രാക്റ്റായിട്ട് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ഇതിന്റെ ഒറിജിൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒറിജിനെ ചോദിക്കത്തില്ല, ബ്രീഡിംഗ് ട്രാക്ട് അങ്ങനെ ചോദിക്കത്തില്ല. അപ്പോൾ ഒറിജിൻ ചോദിച്ചാൽ പുസ്തകത്തിൽ ആന്ധ്രാപ്രദേശ് കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആന്ധ്രാപ്രദേശ് എന്ന് എഴുതാം. AP എന്ന് നമുക്ക് എഴുതാം. നോ വറീസ് അറ്റ് ആൾ, ഒരു വിഷയവുമില്ല നിങ്ങൾക്ക് എഴുതാം. അതുപോലെ കളർ
നോക്കിക്കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓർ വൈറ്റ് വിത്ത് ഇറഗുലർ പാച്ചസ് ഓർ സ്പോട്ട്, ഇതാണ് ഇതിന്റെ കളർ. ഇവിടെ ഡിയോണിക്ക് ചോദിക്കാൻ പറ്റിയ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ കളറാണ്. ഒന്നുകിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് വിത്ത് ഇറഗുലർ പാച്ചസ് ഓർ സ്പോട്ട്സ്, ഇതാണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള കളർ. കളറിൽ വ്യത്യാസം വരില്ല, ബ്ലാക്കും കാണും വൈറ്റും കാണും. അപ്പോൾ ചിലതിൽ ബ്ലാക്ക് കാണുമെന്ന് നിർബന്ധമില്ല, പ്യൂർ വൈറ്റ് ആയിട്ടുള്ള ഡിയോണിയും ഉണ്ട്. ഓക്കെ അല്ലേ? എന്നാൽ കൂടിയും വൈറ്റ് നിർബന്ധമാണ്. സാധാരണ വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വൈറ്റ് വിത്ത് ഇറഗുലർ പാച്ചസ് ഓർ സ്പോട്ട് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും വൈറ്റ് ആയിരിക്കും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓർ വൈറ്റ് വിത്ത് ഇറഗുലർ പാച്ചസ് സ്പോട്ട്. ചിലതിൽ വൈറ്റ് വെറൈറ്റിയും കാണപ്പെടും. പക്ഷെ എൻ്റർലി ബ്ലാക്ക് ആണെങ്കിൽ എന്തല്ല, ഡിയോണി അല്ല. ഓക്കെയാണ്. അതിന്റെ ഈൽഡ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ചോദിക്കുമോ എന്ന് ചോദിച്ചാൽ ചോദിക്കാൻ സാധ്യത ഇല്ലാതില്ലെന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് 900 കിലോഗ്രാം പെർ ലാക്ടേഷൻ ആണ് ഇതിന്റെ സിനോണിം. മറുപേരുകൾ അല്ലെ, അല്ലെങ്കിൽ ഓമന പേരുകൾ ഡക്കാനി എന്നറിയപ്പെടുന്നുണ്ട്, ഡങ്കാരി എന്നറിയപ്പെടുന്നുണ്ട്, സുർത്തി എന്നറിയപ്പെടുന്നുണ്ട്. ഈ 3 പേരുകളിൽ ആരറിയപ്പെടുന്നു? ഡിയോണി അറിയപ്പെടുന്നു. ഈ 3 പേരുകളിൽ ഡിയോണി അറിയപ്പെടുന്നു. ഓക്കെയാണ് പറഞ്ഞത്? ഒന്നുകൂടെ നോക്കാം. ഒറിജിൻ എവിടെയാണ് മക്കളെ? ആന്ധ്രാപ്രദേശിലാണ്. എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. നമുക്ക് ഇതിന്റെ അവസാനം നിങ്ങൾ ചാർട്ട് ക്രിയേറ്റ് ചെയ്യണം. അതായത് മിൽച്ച് ബ്രീഡ്സിന്റെയും ഡ്രോട്ട് ബ്രീഡ്സിന്റെയും അതുപോലെ ഡ്യുവൽ പർപ്പസിന്റെയും കാര്യത്തിൽ ചാർട്ട് ക്രിയേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ എല്ലാം തപ്പിപ്പിടിച്ച് ഈ പറഞ്ഞ സിനോണിം എല്ലാം അവിടെ കൊണ്ട് കൊടുത്തിരിക്കുന്നത്. നോക്കാം. ഒറിജിൻ എഴുതണം, അതുപോലെ കളർ കൃത്യമായിട്ട് എഴുതണം. മുകളിൽ ഡിയോണി എന്ന് കൊടുത്ത് ഒറിജിൻ എഴുതണം, കളർ എഴുതണം, ഈൽഡ് എഴുതണം, സിനോണിം എഴുതണം. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട, ഞാൻ അണ്ടർലൈൻ ചെയ്ത് ക്യാരക്ടറും കൃത്യമായിട്ട് എഴുതണം. ഓക്കെയാണ്? അത്രയും നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഒരൊറ്റ ചോദ്യം പോലും പോകത്തില്ല. ഇത് ചെയ്താൽ മാത്രം പോരാ, 3 ചാർട്ട് നിങ്ങൾ പഠിക്കുന്നതിന്റെ മുന്നിൽ ഒട്ടിക്കാൻ വേണം. ദിസ് ഈസ് ദ മെത്തേഡ് ടു സ്റ്റഡി. ഇത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ സഹായിക്കും. ഇതിനകത്തുള്ള ഒരൊറ്റ ചോദ്യം പോലും പോകത്തില്ല. സീറോ എഫേർട്ടാണ്. ഇത് കാണാതെ പഠിക്കരുത്, എഴുതി പഠിക്കരുത്, മാറിപ്പോവും. എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് ബ്രീഡ് നിങ്ങൾ ചാർട്ട് ഉണ്ടാക്കി തന്നെ പഠിച്ചിരിക്കണം. അപ്പൊ എല്ലാവരും ചാർട്ട് വരച്ചുണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ അത് ഒട്ടിക്കണം. അപ്പൊ നോക്ക് എങ്ങനെയാ ഉണ്ടാക്കണ്ടേ. ഇവിടെ നമ്മൾ 4 ബ്രീഡ്സിനെ കുറിച്ച് പഠിക്കുന്നു അല്ലേ? 4 ബ്രീഡ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു ചാർട്ട് ആയിരിക്കണം. ഇവിടെ നമ്മൾ ബ്രീഡിന്റെ നെയിം കൊടുക്കണം അല്ലേ? ബ്രീഡിന്റെ നെയിം. അത് കഴിഞ്ഞ് എന്ത് കൊടുക്കാം? ഫസ്റ്റ് ഒറിജിൻ കൊടുക്കാം ഇവിടെ. അത് കഴിഞ്ഞ് എന്ത് കൊടുക്കാം? കളർ കൊടുക്കാം അല്ലേ? അത് കഴിഞ്ഞ് എന്ത് കൊടുക്കാം? നമുക്ക് ഈൽഡ് കൊടുക്കാം. അത് കഴിഞ്ഞ് എന്ത് കൊടുക്കാം? ഇവിടെ സിനോണിം കൊടുക്കാം. അത് കഴിഞ്ഞ് എന്ത് കൊടുക്കാം? മെയിൻ ക്യാരക്ടേഴ്സ് അല്ലേ? മെയിൻ ക്യാരക്ടേഴ്സ് ഇവിടെ കൊടുക്കാം, കുറച്ച് വലിയ കോളം ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് സ്പെഷ്യൽ നോട്ട് ഇവിടെ കൊടുക്കുക. അതായത് ചിലപ്പോൾ ചിലതിന്റെ കളർ അല്ലെങ്കിൽ അതിന്റെ കുഞ്ഞിന്റെ കളറിന് വേരിയേഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ സ്പെഷ്യൽ നോട്ട് അവിടെ കൊടുക്കുക. ഇനി ചെയ്യേണ്ടത് എന്താ? ഇവിടെ നമ്മൾ ഗീർ എന്ന് എഴുതുമ്പോഴത്തേക്കും ഗീറിന്റെ കാര്യങ്ങൾ മുഴുവൻ ഒരു നിറത്തിൽ എഴുതുക. വി ഹാവ് കളർ മെമ്മറി. നിങ്ങൾക്ക് കളർ വെച്ചിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഐ എം ഷുവർ അബൌട്ട് ഇറ്റ്. മനസ്സിലായോ? കളർ മെമ്മറി ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വ്യത്യസ്തമായ കളർ ഇട്ട് നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കും. അതുപോലെ എന്താണ്, നിങ്ങൾ ഇത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബ്രീഡ് പഠിക്കേ വേണ്ടെന്ന്. ഈ ബ്രീഡിന്റെ ഒരു ക്ലാസ് മിനിറ്റ് നിങ്ങൾ നോക്കണ്ട, അതിനകത്ത് ചോദിക്കുന്ന സകലമാന ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്ന്. മനസ്സിലായ? അപ്പോൾ ഈ ക്യാരക്ടർ എഴുതുമ്പോഴത്തേക്കും ഈ മീഡിയം സൈസ്ഡ് ബ്രീഡ് സ്ട്രെയിറ്റ് ബാക്ക് അതൊന്നും എഴുതണ്ട. ഞാൻ അണ്ടർലൈൻ ചെയ്യുന്ന മാത്രം എഴുതിയാൽ മതി. ഹെവി ഡ്യൂലാപ്പ് എഴുതി വെക്കാം, കുഴപ്പമില്ല. പെണ്ണിലെ ഷീത്ത് അതൊന്നും ഒരു കാര്യമില്ല, വേണ്ട. സ്ട്രെയിറ്റ് ബാക്ക് ഇവിടെ എഴുതി വെക്കാം നിങ്ങൾ. ഇത് എഴുതി വെക്കണം, സ്ട്രെയിറ്റ് ബാക്ക്. അത് ചോദിക്കാൻ എന്താണ് സാധ്യതയുള്ളത് അത് മാത്രം ആ ക്യാരക്ടറിൽ നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ. അപ്പോൾ ഗീർ എഴുതുമ്പോഴത്തേക്കും അതൊരു കളറിൽ എഴുതുക. അടുത്തത് അതുമായി ബന്ധമില്ലാത്ത കളർ, ചുവപ്പാണെങ്കിൽ അടുത്ത പച്ച, അടുത്തത് നീല, പിന്നെ മഞ്ഞ, പിന്നെ കറുപ്പ്, അങ്ങനെ എഴുതി പോവുക നിങ്ങൾ. മനസ്സിലായോ പറഞ്ഞത്? അങ്ങനെ ചാർട്ട് ഉണ്ടാക്കോ. പറയുന്ന കാര്യങ്ങൾ പറയുന്നത് പോലെ കേട്ട് തല്ലാൻ പറഞ്ഞാൽ കൊന്നിട്ട് വരുന്ന പിള്ളേരാ ഉള്ളത് കൊണ്ടാണ് കഴിഞ്ഞ സഹകരണ രജിസ്ട്രേഷന്റെ പിള്ളേരെല്ലാം കയറിപ്പോയത്. മനസ്സിലായ? അപ്പൊ ഈ പറയുന്നതെല്ലാം നമ്മുടെ ഒരു എക്സ്പീരിയൻസ് നിന്നാണ്. അത് ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഓരോ ക്ലാസ്സിലും നിങ്ങളെ പഠിപ്പിക്കുന്നതിനോടൊപ്പം ഇത് എങ്ങനെ പഠിക്കണമെന്നും എങ്ങനെ കൺഫ്യൂഷൻ ഒഴിവാക്കി പഠിക്കണമെന്നും കൂടെ പറഞ്ഞു തരും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ പിന്തുടരണം. പരീക്ഷ എഴുതി പഠിക്കണം, ശരിയാണ്. പരീക്ഷ എഴുതുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കേട്ടതിന് ശേഷം ഇതിന്റെ ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്കും ഇതെനിക്കെല്ലാം എനിക്ക് അറിയാമല്ലോ എന്ന് തോന്നും. നമുക്ക് തോന്നും, ഉറപ്പാണ്. അത് മക്കളെ അതൊരു ഫാൾസ് കോൺഫിഡൻസ് ആണ്. ഇത് കഴിഞ്ഞ് നാളെ പരീക്ഷ എഴുതുമ്പോഴത്തേക്കും ഇതൊക്കെ ഓക്കെ അല്ലേ, എനിക്ക് ലാക്ടേഷനൊക്കെ ഓർമ്മയല്ലേ, ഒരാഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കഴിയുമ്പോൾ ഇതായിരിക്കില്ല അവസ്ഥ ഭയങ്കര ദയനീയമായിരിക്കും. മനസ്സിലായ? അപ്പോഴത്തേക്ക് കംപ്ലീറ്റ് അയ്യോ അതിന്റെ ലാക്ടേഷൻ എന്തോ കളർ പോയി, എല്ലാം പോയി. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ചാർട്ട് എഴുതി ഒട്ടിക്കണം. പിന്നെ നിങ്ങളെ തിരിഞ്ഞു നോക്കണ്ട, ഇടയ്ക്കൊന്ന് നോക്കി പോയാൽ മതി. ആ ഡിയോണിയുടെ കളർ ഓക്കെ ഫൈൻ,
പിന്നെ നമുക്ക് തോന്നുന്നു കാങ്ക്രേജ് ഗുജറാത്താണല്ലോ, നോക്കേണ്ട ആവശ്യമില്ല. അടുത്തത് ഹരിയാനയുടെ ഒറിജിൻ എനിക്കറിയാം. ഹരിയാന കളർ എന്തിനായിരുന്നു? അപ്പോൾ നോക്കണം, മനസ്സിലായി? ഇതാണ് പരിപാടി. ഇതിങ്ങനെ നമ്മൾ ആലോചിക്കണം, കിട്ടിയില്ലെങ്കിൽ നോക്കണം. ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി, അതെല്ലാം നമ്മുടെ മനസ്സിലിരിക്കും കേട്ടോ. അപ്പോൾ ക്യാരക്ടർ പഠിക്കുമ്പോഴത്തേക്ക് ഇവിടെ പഠിക്കേണ്ട എന്താണ് മക്കളെ? സ്ട്രെയിറ്റ് ബാക്ക് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. മീഡിയം സൈസിലാണോ? ഓക്കെ ഫൈൻ. ഹെവി ഡ്യൂലാപ്പ് അതൊന്നും കുഴപ്പമില്ല. ഇവിടെ ഒരു പക്ഷേ ചോദിക്കാൻ സാധ്യത സ്ട്രെയിറ്റ് ബാക്ക് മാത്രമാണ്. ഇനി നോക്കാം, ദേ റിസംബിൾസ് ഗിർ ബ്രീഡ് അല്ലേ? പക്ഷെ എന്താണ്, ഗിറിന്റെ അത്ര പ്രൊണൗൺസ്ഡ് ആയിട്ടുള്ള ഫോർഹെഡ് അല്ല. ഗിറിന്റെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ആർച്ച് പോലെ ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഫോർഹെഡ് ആണ് അല്ലേ? ഇത് അത്രയും പ്രൊണൗൺസ്ഡ് ആയിട്ട് ഫോർഹെഡ് അല്ല. അതുപോലെ അത് എന്താണ്, ഗിറിൽ നിന്നും അതുപോലെ ഡാങ്കി അതുപോലെ ലോക്കൽ കാറ്റിൽ നിന്നും ഇവോൾവ് ചെയ്യപ്പെട്ട് വന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ ഏതാണ്, ഗിറിൽ നിന്നും ഡാങ്കി കാറ്റിൽ അതുപോലെ മറ്റ് ലോക്കൽ നോൺ ഡിസ്ക്രിപ്റ്റീവ് കാറ്റിലുമായിട്ടൊക്കെ ഉള്ള ക്രോസിംഗ് വഴിയാണ് നമ്മുടെ ഡിയോണി ഉണ്ടായി വന്നത്. ഇതൊരു അഡീഷണൽ പോയിന്റ് ആണ്, ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇത്രയും ഡെപ്തായിട്ട് ചോദിക്കുമെന്ന് വെച്ചാൽ ചോദിച്ചത് ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ ഇൻ കേസ് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു പോയിന്റ് ആണ്. അതുപോലെ ഈ പറഞ്ഞ സിനോണിംസ് നമുക്ക് പുസ്തകത്തിലില്ല. ഇല്ലാത്ത സിനോണിംസ് എല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ, നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ള സിനോണിംസ് എല്ലാം എടുത്ത് നിങ്ങൾക്ക് തരുന്നുണ്ട്. ചോദിക്കുന്ന സിനോണിംസ് ആയിരിക്കും, അതുപോലെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ഓക്കെ അല്ലേ? എന്താണ് ചോദിക്കുന്നത് ഇവിടുന്ന് പറഞ്ഞു തരും, അത് പഠിച്ചിട്ട് പോകണം നിങ്ങൾ. അത് ചെയ്യാതിരിക്കരുത്, ആ തെറ്റ് അത് നിങ്ങൾ ചെയ്യാതിരിക്കരുത്, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം കാങ്ക്രേജ്. കാങ്ക്രേജ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഒരു പടം കണ്ടു, ഇത് കുറച്ചുകൂടി രസമുള്ളത് ഇത് കാണാനായിട്ട്. ഒറിജിൻ എവിടെയാണ്? ഗുജറാത്ത്. ആ പേര് തന്നെ കാങ്ക്രേജ് ഗുജറാത്ത് അല്ലേ? കാങ്ക്രേജ് ഗുജറാത്ത് എന്ന് പറഞ്ഞേ, രണ്ടോണം പറഞ്ഞേ. കാങ്ക്രേജ് ഗുജറാത്ത് അല്ലേ? കാങ്ക്രേജ് ഗുജറാത്ത്. ഓക്കെ ഫൈൻ. അപ്പൊ ഇതിന്റെ കളർ നമുക്ക് നോക്കാം. കളർ ഭയങ്കര രസമാണ്. അതിനകത്ത് നോക്കാം, സിൽവർ ടു ഗ്രേ, അയൺ ഗ്രേ അല്ലെ? സിൽവർ മുതൽ, സിൽവർ എന്നൊക്കെ പറയാൻ പറ്റൂല, ലൈക്ക് എന്താ പറയാ, ഒരു വെളുത്ത നിറമുണ്ട്, അതിനകത്തൊരു ബ്ലാക്ക് ഷെയ്ഡും ഉണ്ട്. അപ്പൊ നമുക്ക് സിൽവർ പോലെ കാണാൻ തോന്നും അല്ലെ? സിൽവർ ടു ഒരു അയൺ ഗ്രേ ആണ് അതിന്റെ കളർ എന്ന് പറയുമ്പോഴത്തേക്കും. ഫീമെയിൽ കുറച്ച് ലൈറ്റർ കളർ ആയിരിക്കും. അതേസമയം മെയിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഭാഗമൊക്കെ ചില കാങ്ക്രേജിനാണെങ്കിൽ നല്ല ഇരുണ്ട നിറമായിരിക്കും കേട്ടോ. ഈ 4 ക്വാർട്ടറിന്റെ ഈ ഭാഗമൊക്കെ നല്ല ഇരുണ്ട കളറായിരിക്കും. ഇവിടെ നല്ല ഇരുണ്ട കളറായിരിക്കും ചില മെയിൽസിന്. അപ്പൊ എന്താണ്, സിൽവർ ടു അയൺ ഗ്രേ ആണ് മെയിൻ കളർ എന്ന് പറയുമ്പോഴത്തേക്കും. ഫീമെയിൽസ് ആർ ലൈറ്റർ ഇൻ മെയിൽസ് 4 ആൻഡ് ഹൈ ക്വാർട്ടേഴ്സ് ആൻഡ് ഹംപ് ആർ സ്ലൈറ്റ്ലി ഡാർക്കർ ദാൻ ദ റെസ്റ്റ് ഓഫ് ദ ബോഡി. മറ്റുള്ള ശരീരഭാഗത്തേക്കാൾ കൂടുതൽ ഇരുണ്ട നിറമായിരിക്കും എന്ത്, മെയിൽസിന് അല്ലെ? എവിടെയൊക്കെയാണ്? 4 ക്വാർട്ടറും ഹൈൻ ക്വാർട്ടറും ഹമ്പും അല്ലേ? കൃത്യമല്ലേ? കുഴപ്പമില്ലല്ലോ. ഇനി ഈൽഡ് നോക്കാം. ഈൽഡ് കണ്ടാ മക്കളെ 1700 കിലോഗ്രാം ഉണ്ടല്ലേ? ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ക്യാറ്റിലാണെങ്കിൽ കൂടിയും 1300 അല്ലെ? ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ക്യാറ്റിലാണെങ്കിൽ കൂടിയും ഇതിന് ഇത്രയും പാല് കിട്ടുന്നതുകൊണ്ടാണ് അതിന് എവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നമ്മൾ ഡ്യുവൽ പർപ്പസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ഡ്യുവൽ പർപ്പസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓക്കെ ആണ് പറഞ്ഞത്? ഓക്കെ അല്ലേടാ? അപ്പൊ എത്രയാണ് ഈൽഡ്? 1300 കിലോഗ്രാം പെർ ലാക്ടേഷൻ അല്ലേ? ഇതിന്റെ സിനോണിം നോക്കിക്കഴിഞ്ഞാൽ ഡബ്ല്യൂയിലും വിയിലും തുടങ്ങുന്ന സിനോണിംസ് ഇതിനകത്തുള്ളതാണ്. ഏതൊക്കെയാണ്? ഡബ്ല്യു നമുക്ക് ഇങ്ങനെ ഓർത്ത് ചെയ്യാം, വാഡാഡ്, വാഗഡ്, വാദിയാർ അല്ലെ? ഡബ്ല്യൂയിൽ തന്നെ 3 എണ്ണം ഉണ്ട്. പിന്നെയും വീർ വഗാഡിയ അല്ലെ? വഗാഡിയ, തലബ്ഡ, നഗർ, ബൊന്നായി. ഇത് ഇനി അല്ലാതെ പഠിച്ചു വെച്ചേക്കാൻ ഡബ്ല്യൂയും വിയും അല്ല പഠിച്ചത് ഈ 3 കാര്യങ്ങളായി. ഒന്നെന്താണ് തലബ്ഡ, നാഗർ അല്ലെ? അതുപോലെ ബൊന്നായി. ഇങ്ങനെ മൂന്നെണ്ണമാണ് നിങ്ങൾ എക്സ്ട്രാ പഠിക്കേണ്ടത്. ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ചാർട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിത് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നതിനേക്കാൾ ക്ലിയർ ആയിട്ട് നിങ്ങൾ എനിക്ക് പറഞ്ഞിരുന്നു. നല്ല ഉറപ്പുണ്ട്. 1 മാസത്തിന് ശേഷം, 1 മാസം നിങ്ങൾ ഈ ഇടയ്ക്ക് നോക്കിയാൽ മതി. 0 എഫർട്ടാണ്. ഈ ചാർട്ട് ഉണ്ടാക്കുന്ന പാട് മാത്രമേ ഉള്ളൂ. ഒരൊറ്റ മാർക്ക് പോകത്തില്ല, 2 മാർക്ക് ചുമ്മാ കിട്ടും നിങ്ങൾക്ക്. ഓക്കെ ആണ്? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് എന്റെ ക്യാരക്ടേഴ്സ് നോക്കാം. ക്യാരക്ടേഴ്സ് നോക്കുമ്പോഴത്തേക്കും ആദ്യമായിട്ട് പഠിക്കേണ്ടതാണ് ഹെവിയസ്റ്റ് ഓർ ലാർജസ്റ്റ് ഓഫ് ഇന്ത്യൻ കാറ്റിൽ ബ്രീഡ്. ഏകദേശം 500 കിലോഗ്രാം നമ്മുടെ മെയിലിന്റെ ഭാരം. എത്ര? 1/2 ടൺ അല്ലേ? 1/2 ടൺ. യെസ്. അപ്പൊ എത്രയാണ് ഹെവിയസ്റ്റ് ഓർ ലാർജസ്റ്റ് ഇന്ത്യൻ കാറ്റിൽ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവുള്ള കാങ്ക്രേജ് അല്ലേ? കാങ്ക്രേജ്. അതിന്റെ കൊമ്പിന് തന്നെ അതിന്റെ രൂപമുണ്ടല്ലേ? ക്രസന്റ് ഷേപ്പ് അല്ലേ മക്കളെ? ഒരു ക്രസന്റ് ഷേപ്പ്, ഒരു കിരീടം എടുത്ത് വെച്ചതുപോലെ അല്ലെ? അത്രയും മനോഹരമായിട്ടുള്ള എന്താ പറയാ, ഒരു ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു കൊമ്പാണ് അല്ലെ? അത് ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ക്യാറ്റിനുള്ള കൊമ്പ് തന്നെ ആവണ്ടേ? അങ്ങനെ തന്നെ ആയിരിക്കണ്ടേ? അത്രയും ഭംഗി വേണ്ടേ? അത്രയും ഭംഗി ഉണ്ട് കാങ്ക്രേജിന്റെ കൊമ്പിന് അല്ലെ? നോക്കാം. അപ്പൊ ഏതാണ് ഹെവിയസ്റ്റ് ഓർ ലാർജസ്റ്റ് ഓഫ് ഇന്ത്യൻ കാറ്റിൽ ബ്രീഡ്സ് ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഇത്രയേ ഉള്ളൂ. ഏതാണ്? കാങ്ക്രേജ്. അതുപോലെ മോസ്റ്റ് പവർഫുൾ ഇന്ത്യൻ കാറ്റിൽ എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാ മക്കളെ?
കാങ്കറേജ. അതുപോലെ ബ്രോഡ് ഫോർഹെഡ് ആണ് അതിൻ്റെ. ശ്രദ്ധിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് പറയുന്നത്. നമ്മുടെ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ് എല്ലാം എടുക്കുമ്പോഴത്തേക്കും ബ്രോഡ് ഫോർഹെഡ്, അതുപോലെ സ്ലൈറ്റ്ലി ഡിഷ്ഡ് ഇൻ ദ സെന്റർ, ഇതാണ് അതിൻ്റെ മുഖത്തിൻ്റെ ഒരു പ്രത്യേകത. കണ്ടോ, ബ്രോഡായിട്ടൊരു നെറ്റിയാണ്, നടുക്കൊരു കുഴിയുണ്ട് ഇങ്ങനെ ശ്രദ്ധിക്കണം. ഓക്കെ. ഡിഷ്ഡ് ഫേസ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സോട്ടിക് ആറ്റിൽ പറയുമ്പോൾ നിരന്തരം നമ്മുടെ ജേഴ്സി ചോദിക്കുന്നതാണ്. ജേഴ്സിയുടെ പ്രത്യേകത എന്താണ്? ഡിഷ്ഡ് ഫേസ് ആണ് ജേഴ്സിയുടെ പ്രത്യേകത. അതുപോലെ ഹോൺസ് നോക്കാം. ഹോൺസ് ആർ തിക്ക്, ക്യാരക്ടറിസ്റ്റിക്കലി അയർ ഷേപ്പ്ഡ്, അല്ലെ, ഒരു അയർ ഷേപ്പ്ഡ് ഹോൺ ആണ്. ക്രൗൺ ഷേപ്പ്ഡ് അല്ലെങ്കിൽ ക്രസന്റ് ഷേപ്പ്ഡ്. ഈ 3 വാക്കും ചോദ്യമാണ് കേട്ടോ. 3 വാക്കും ചോദ്യം. ഇത് നേരത്തെ ചോദിച്ചിട്ടുണ്ട്. ഇത് ചോദിക്കാം, ഇനി വേണമെങ്കിൽ ഇതും വേണമെങ്കിൽ ചോദിക്കാം. ഈ 3 വാക്കും ചോദ്യമാണ്. ഇനി മസിൽ ഈസ് ബ്ലാക്ക്. മിക്കവാറും നമ്മൾ ബ്ലാക്ക് മസിൽസ് കാണാറുണ്ട് അല്ലേ. ഏതെങ്കിലും വൈറ്റ് മസിൽ വരണമെങ്കിൽ അതൊരു ഡിമാർക്കിംഗ് പോയിന്റ് പറയാറുണ്ട്. മസിൽ ഈസ് ബ്ലാക്ക് അതല്ല പോയിന്റ്. നോസ് ഈസ് അപ് ടേൺഡ്. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു ഉയർന്ന നോസാണ് അല്ലേ, ഉയർന്ന നോസാണ്. കണ്ടോ, മസിൽ ഈസ് ബ്ലാക്ക് ആൻഡ് നോസ് ഈസ് അപ് ടേൺഡ് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത്ര കാര്യം പഠിച്ചതിന് കഴിഞ്ഞ 3 പരീക്ഷയിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് കിട്ടിയില്ലേ മക്കളെ? കിട്ടി അല്ലേ, കിട്ടി. അതുപോലെ നോക്കാം, ന്യൂബോൺ കാങ്കറയെ സംബന്ധിച്ചിട്ട് കളർ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. എന്താണ് റസ്റ്റ് റെഡ് കളർഡ് പോൾസ് ആയിരിക്കും. ആൻഡ് ദിസ് കളർ ഡിസപ്പിയർ വിത്തിൻ 6 to 9 months അല്ലേ. അതിന്റെ പോൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു തുരുമ്പിച്ച ചുവന്ന നിറമായിരിക്കും. അത് ഒരു 6 മുതൽ 9 മാസം ആകുമ്പോഴത്തേക്ക് അത് മാറിപ്പോകും. വേണമെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഭാഗം. അതുപോലെ സവായ് ചെല്ല് നിരന്തരം ചോദിക്കുന്നതാണ്. ഇതിന്റെ നടത്തത്തെ നമ്മൾ എന്ന് വിളിക്കും? സവായ് ചെല്ലെന്ന് വിളിക്കുമല്ലേ. എന്ന് വിളിക്കും മക്കളെ? സവായ് ചെല്ലെന്ന് വിളിക്കും. അതിന് മറ്റൊരു പേരോടെ വിളിക്കാൻ എന്താണ്? 1/4 പേസ്. എത്രയാണ്? 1 to 1/4 പേസ് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഇങ്ങനെ 3 പേര്. പെക്യുലിയർ ഗേറ്റ് സവായ് ചെല്ലെന്ന് വിളിക്കുന്നു, 1 to 1/4 പേസ് എന്ന് വിളിക്കുന്നു. നിങ്ങൾക്ക് കാണേണ്ട സവായ് ചെല്ല് ഇതാണ് സവായ് ചെല്ല്. അങ്ങനെ ആടി വരഞ്ഞ് പോകുന്നത് കണ്ടോ, അങ്ങനെ തലയെ കുലുക്കി ഇങ്ങനെ പോകുന്നു. രാജകീയമായിട്ടുള്ള യാത്രയല്ലേ ആ സവായ് ചെല്ല്. കണ്ടോ, ഞാൻ മറന്നിരിക്കുകയാണല്ലേ. ഇതാണ് നമ്മുടെ കാങ്കറേജ് ക്യാറ്റിലെ സവായ് ചെല്ല്. വളരെയധികം ഭംഗിയുള്ള ഒരു ആടി വലഞ്ഞുള്ള ഒരു യാത്രയാണ് നമ്മുടെ കാങ്കറേജ് ക്യാറ്റിലിൻ്റെ അല്ലേ. അപ്പോൾ സവായ് ചെല്ലിനി മറക്കുമല്ലോ. കണ്ടില്ലേ, കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? ആക്ച്വലി കുഴപ്പമില്ലല്ലോ, ഞാൻ മാറി നിൽക്കുകയല്ലേ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇത് നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. കണ്ടോ, അങ്ങനെ പതുക്കെ അത് പോകുന്നുണ്ട്. അതാണ് എൻ്റെ സവായ് ചെല്ല് അല്ലെങ്കിൽ 1/4 ഗേറ്റ് എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേക ഗേറ്റ്. ഓക്കെ അല്ലേ, ഓക്കെ ആണ്. അപ്പോൾ സവായ് ചെല്ല് എന്താണെന്ന് മനസ്സിലായി. അത് കാങ്കറേജിൻ്റെ ആണെന്നും ഇത്രയും വലിയ കൊമ്പുള്ള കാങ്കറേജിൻ്റെ ആണെന്നും മനസ്സിലായി. ഇനി മറക്കില്ലല്ലോ. ഓക്കെ, അപ്പോൾ കാങ്കറേജ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, ഒന്ന് ഒറിജിൻ ഗുജറാത്ത്. കളർ എന്ന് പറയുമ്പോഴത്തേക്കും സിൽവർ ടു അയൺ ഗ്രേ ആണ്. അതുപോലെ ഫീമെയിൽ ലൈറ്റർ ആണ്. മെയിൽ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഹമ്പിൻ്റെ 4 ക്വാർട്ടറും ഹൈൻ ക്വാർട്ടറും ബ്ലാക്ക് ആയിട്ടിരിക്കും. ഈൽഡ് 1300 കിലോഗ്രാം. സിനോണിം നമ്മൾ പഠിച്ചു. ഡബ്ല്യൂയിൽ വെച്ച് 3 എണ്ണവും വിയിൽ വെച്ച് 1 എണ്ണവും അല്ലേ. പിന്നെ അത് എന്താണ് ടെലബ്ഡ, നാഗർ, അതുപോലെ ബൊന്നായി, അങ്ങനെ ബാക്കി 3 സിനോണിംസ്. ഹെവിയസ്റ്റ് ക്യാറ്റിലാണ്, മോസ്റ്റ് പവർഫുൾ ഇന്ത്യൻ ക്യാറ്റിലാണ്. അതുപോലെ സ്ലൈറ്റ്ലി ഡിഷ്ഡ് ഫേസ് ആണ് അതിൻ്റെ പ്രത്യേകത. ഹോൺസ് എന്ന് പറയുന്നത് അയർ ഷേപ്ഡ്, ക്രസന്റ് ഷേപ്ഡ് അല്ലെങ്കിൽ എന്താണ് ക്രൗൺ ഷേപ്ഡ് ആണ്. മസിൽ ഈസ് ബ്ലാക്ക് ആൻഡ് നോസ് ഈസ് അപ് ടേൺഡ് നോസ് അല്ലേ. അതുപോലെ അതിൻ്റെ കുഞ്ഞിനെ സംബന്ധിച്ച് ഒരു റസ്റ്റി റെഡ് കളറായിരിക്കും പോളിൻ്റെ തലയിൽ അല്ലേ. അത് വളരെ മാറിപ്പോവും. അതുപോലെ അതിൻ്റെ ഗേറ്റിനെ നമ്മൾ സവായ് ചെല്ലെന്നും 1/4 പേസ് എന്നൊക്കെ വിളിക്കുന്നു. ഓക്കെ അല്ലേ. അടുത്ത ഏതാ മക്കളെ? ഹരിയാനയാണ്. ഏതാണ്? ഹരിയാന. ശ്രദ്ധിക്കുക, ഹരിയാന. ഹരിയാനയുടെ പേരിലുള്ളത് പോലെ അതിൻ്റെ എന്താണ്, അതിൻ്റെ ഒറിജിനും എന്താണ് മക്കളെ? ഹരിയാന തന്നെയാണ് അല്ലേ. ശ്രദ്ധിക്കുക, മോസ്റ്റ് പോപ്പുലർ കളർ എന്ന് പറയുമ്പോഴത്തേക്ക് വൈറ്റ് ഓർ ലൈറ്റ് ഗ്രേ ആണ് അല്ലേ. ഏകദേശം വെള്ള അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രേ കളറാണ് ഹരിയാനയെ സംബന്ധിച്ച് അതിൻ്റെ കളർ എന്ന് പറയുമ്പോഴത്തേക്കും. ഈൽഡ് നോക്കുക, 1400 കിലോഗ്രാം പെർ ലാക്ടേഷൻ ആണല്ലേ. 1400 കിലോഗ്രാം പെർ ലാക്ടേഷൻ. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ മാത്രമേ ഇതിൻ്റെ സിനോണിം ഉള്ളൂ, പുസ്തകത്തിലൊന്നുമില്ല. ഹൻസി എന്നും വിളിക്കപ്പെടുന്നു ആര്? നമ്മുടെ ഹരിയാനയെ കേട്ടോ. ഓക്കെ ആണോ? അപ്പോൾ നോക്കാം ക്യാരക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ലോങ് ആൻഡ് നാരോ ഫേസ് വളരെ പെക്യുലിയർ ആണ്. വേറെ ഒന്നിനും ഇത്രയും എടുത്ത് പറയുന്നുണ്ടോ. ലോങ് ആൻഡ് നാരോ ഫേസ് ആണ്. അതുപോലെ ഫ്ലാറ്റ് ഫോർഹെഡ് ആണ്. ഡിഷ്ഡ് ഫോർഹെഡ് ഒന്നുമല്ല, ഫ്ലാറ്റ് ഫോർഹെഡ് ആണ്. പെക്യുലിയർ ക്യാരക്ടറാണ് പറയുന്നത്. അതുപോലെ നോക്കാം, വെൽ മാർക്ക്ഡ് ബോണി പ്രോമിനൻസ് അറ്റ് ദ സെന്റർ ഓഫ് ദ പോൾ. പോളിന്റെ നടുക്ക് ഒരു ബോണി പ്രോമിനൻസ് ഇങ്ങനെ ഉണ്ടായിരിക്കും കൃത്യമായിട്ട്. അതുപോലെ സ്ലൈറ്റ്ലി പെൻലെസ് ഇയേഴ്സ്, വലിയ കാര്യമില്ല. സ്റ്റംബി ഹോൺസ്, ഇത് നിങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. സ്റ്റംബി ഹോൺസ് കുറ്റി അടിച്ച് വെച്ചതുപോലുള്ള ഹോൺസ് ആണ്. അതുപോലെ തിൻ ടെയിൽ വിത്ത് ബ്ലാക്ക് സ്വിച്ച്, വലിയ കാര്യമൊന്നുമില്ല. തിൻ ടെയിൽ വിത്ത് ബ്ലാക്ക് സ്വിച്ച്. നേരത്തെ വിപ്പ് ലൈക്ക് ടെയിൽ വിത്ത് ബ്ലാക്ക് സ്വിച്ച് പറഞ്ഞത് പഠിച്ചിട്ടുണ്ടോ? ഓർത്ത് നോക്കുക. ആരക്കടാ പഠിച്ചത്? വിപ്പ് ലൈക്ക് ടെയിൽ വിത്ത് ബ്ലാക്ക് സ്വിച്ച്? കമൻറ്റ് ആയിട്ട് പോയാൽ മതി.
ഓക്കെ. അതുപോലെ നേവൽ ഫ്ലാപ്പ് ആബ്സെന്റ് ആണ്. ഇത് വളരെ പെക്കൂലിയർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നേവൽ ഫ്ലാപ്പ് ഇല്ല, കണ്ടോ, ഇങ്ങനെ ഒരു രൂപമാണ്. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ ചാർട്ടിൽ എഴുതേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണ്? നേവൽ ഫ്ലാപ്പ് ഇല്ല, അത് എഴുതണം. സ്റ്റംബി ഹോൺസ് എഴുതണം. അതുപോലെ എന്താ എഴുതേണ്ടത്? ഫ്ലാറ്റ് ഹോൺ, ലോങ് ആൻഡ് നാരോ ഫേസ് എഴുതി വെച്ചേക്കുക. ഇത്രയും കാര്യം നിങ്ങൾ എഴുതിയാൽ മതി. ചാർട്ടിൽ ക്യാരക്ടർ എഴുതുമ്പോഴത്തേക്ക് അത്ര എഴുതി. ബാക്കി കളറുണ്ട്, ഈൽഡ് ഉണ്ട്, സിനോണിം ഉണ്ട്, ഒറിജിൻ ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട നോട്ട് എന്താണ്? നോൺ ആസ് ദ ഫസ്റ്റ് ക്ലാസ് ഡ്യുവൽ പർപ്പസ് ബ്രീഡ്. ഫസ്റ്റ് ക്ലാസ് ഡ്യുവൽ പർപ്പസ് ബ്രീഡ് എന്ന് അറിയപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ആരാണ്? ഹരിയാനയാണ്. ഫസ്റ്റ് ക്ലാസ് ഡ്യുവൽ പർപ്പസ് ബ്രീഡ് എന്ന് അറിയപ്പെടുന്ന ആര് മക്കളെ? നമ്മുടെ ഹരിയാന. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മളിപ്പോൾ ആരൊക്കെ പഠിച്ചു? പ്രധാനമായിട്ട് നമ്മൾ ആരൊക്കെ പഠിച്ചത്? പഠിച്ചത് ആരൊക്കെടാ? ഡിയോണി നോക്കിയല്ലേ? ഡിയോണി ആന്ധ്രാപ്രദേശ് 900 കിലോഗ്രാം ലാക്ടേഷൻ. ഡക്കാനി സുർത്തി എന്നൊക്കെ അറിയപ്പെടുന്നു, ഡാങ്കിരി എന്നറിയപ്പെടുന്നു അല്ലേ? സ്ട്രെയിറ്റ് ബാക്ക് ആണ് പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത്. കളറാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതുപോലെ എന്താണ് നോട്ട് നോക്കാം. ഗിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ ഡങ്കിയൊക്കെ കാറ്റലോട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ ലോക്കൽ കാറ്റൽ ഇതിന്റെ മിക്സപ്പ് ചേർന്നിട്ടാണ് എന്തുണ്ടായതാ? ഡിയോണി ഉണ്ടായത്. അതുപോലെ കാങ്ക്രേജ് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഒറിജിൻ ഗുജറാത്ത് ആണ് അല്ലേ? കാങ്ക്രേജ് ഗുജറാത്ത്. അതുപോലെ കളർ നമുക്കറിയാം. അതുപോലെ ഈൽഡ് നമുക്കറിയാം. അതുപോലെ സിനോണി നമുക്ക് W വെച്ച് 3 V വെച്ച് 1, അതുപോലെ 3 പഠിക്കണം. തലബ്ദ, നാഗർ ആൻഡ് ബൊന്നായി അല്ലേ? അതുപോലെ എന്തിനാ ക്യാരക്ടർ നോക്കുമ്പോഴത്തേക്കും ഹോൺ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതുപോലെ നോസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ എന്താണ്? മോസ്റ്റ് പവർഫുൾ അല്ലെങ്കിൽ ഹെവിയസ്റ്റ് ഇന്ത്യൻ ക്യാറ്റൽ എന്ന് അറിയപ്പെടുന്ന ആരാണ്? ഇതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സവായ് ചെല്ലാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലേ? പലപ്പോഴും ചോദ്യമായിട്ട് ചോദിക്കുന്നതാണ്. ഹരിയാന പഠിക്കുമ്പോൾ എന്താ പഠിക്കേണ്ടേ? ഒറിജിൻ ഹരിയാനയാണെന്ന് നമുക്കറിയാം. മോസ്റ്റ് പോപ്പുലർ കളർ വൈറ്റ് ഒരു ലൈറ്റ് ഗ്രേ ആണെന്ന് നമുക്കറിയാം. ഈൽഡ് പഠിച്ചിരിക്കുന്ന 1400 കിലോഗ്രാം. സിനോണിം കൃത്യമായിട്ട് നോക്കിയാൽ ഹൺസി അല്ലേ? പിന്നെ ക്യാരക്ടർ നോക്കുമ്പോഴത്തേക്ക് എന്താണ്? ലോങ് നാരോ ഫേസ് പഠിച്ചിരിക്കണം, സ്റ്റംബി ഹോൺസ് പഠിച്ചിരിക്കണം, നേവൽ ഫ്ലാപ്പ് ഇല്ല എന്ന് പറയുന്ന കാര്യവും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ ഫസ്റ്റ് ക്ലാസ് ഡ്യുവൽ പർപ്പസ് ബ്രീഡ് അറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് ഉത്തരം പറയാം. ആരാണ്? ഹരിയാന. ഹരിയാന. ഓക്കെ അല്ലേ? അടുത്തത് താർപാർക്കർ. ഇത് പ്രത്യേകിച്ച് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പാകിസ്ഥാനിയാണ് കേട്ടോ, പാകിസ്ഥാനിയാണ്. അപ്പോൾ ആ പേര് തന്നെയാണ് താർപാർക്കർ ഡിസ്ട്രിക്ട് ഓഫ് പാകിസ്ഥാൻ. കളർ എന്താ? വൈറ്റ് ഓർ ഗ്രേ, വെളുത്ത നിറം അല്ലെങ്കിൽ ഒരു ഗ്രേ നിറമായിരിക്കും. ഇതിന്റെ സിനോണിംസ് നോക്കാം, അപരനാമങ്ങൾ നോക്കാം. വൈറ്റ് സിന്ധി, ഗ്രേ സിന്ധി, താരി, ഈ 3 കാര്യങ്ങളാണ് ഇതിന്റെ സിനോണിമായിട്ട് വരുന്നത്. ഇതിൽ ഒരു സിനോണിം മാത്രമേ നമ്മുടെ ഏതിലുള്ളൂ, പുസ്തകത്തിലുള്ളൂ. അപ്പോൾ ബാക്കി 2 കൂടെ പഠിച്ചു വെച്ചേക്കാം നമുക്ക്. അപ്പോൾ എന്താണ്? ഒറിജിൻ എവിടെയാണ്? താർപാർക്കർ ഡിസ്ട്രിക്ട് ഓഫ് പാകിസ്ഥാനിലെ താർപാർക്കർ ഡിസ്ട്രിക്റ്റ് ആണ് താർപാർക്കറിന്റെ അല്ലെങ്കിൽ താരിയുടെ ഒറിജിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം. അതുപോലെ പഠിക്കാൻ വലിയ പാടൊന്നുമില്ല. കളർ എന്താണ്? വൈറ്റ് ഓർ ഗ്രേ ആണ് അതിന്റെ കളറ്. ലാക്ടേഷൻ 1300 കിലോഗ്രാം ആണ് വരുന്നത്. എത്രയാണ്? 1300 കിലോഗ്രാം ആണ് ലാക്ടേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെയാണ് പറഞ്ഞത്? ഓക്കെ അല്ലേ? അപ്പൊ നോക്കാം, ഇതിന്റെ ക്യാരക്ടേഴ്സ് നോക്കാം. മീഡിയം സൈസ്ഡ് ബട്ട് സ്റ്റോക്കി ആനിമൽസ് അല്ലെ? മീഡിയം സൈസ്ഡ് ആണ്, പക്ഷേ കണ്ടാൽ നല്ല എന്താണ് പവർഫുള്ളി ബിൽറ്റ് ആണെന്നുള്ള അങ്ങനെയുള്ള അനിമൽസ് ആണ്. അതുപോലെ ഫോർഹെഡ് അത്യാവശ്യം ബ്രോഡ് ആയിട്ടുള്ള ഫോർഹെഡ് ആണ്. ഇതാണ് ഇവിടുത്തെ ചോദിക്കണമെങ്കിൽ. ഹോൺസ് എമേർജ് ലാറ്ററലി ഇൻ ലൈൻ ഓഫ് പോൾ. ഇത് വളരെയധികം ഡിമാർക്കേറ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് താർപാർക്കറിന്റെ. ഇത് കണ്ടോ നിങ്ങൾ? ഇവിടെയാണ് പോൾ എന്ന് പറയുന്ന ഭാഗം അല്ലേ, ഉച്ചി. അവിടെ നോക്ക ലാറ്ററലി സൈഡിലേക്കാണ് ഹോൺസ് ഇരിക്കുന്നത് അല്ലേ? അതാണ് താർപാർക്കറിന്റെ വ്യക്തമായ പ്രത്യേകത. അതുപോലെ തിൻ ടെയിൽ വിത്ത് ബ്ലാക്ക് സ്വിച്ച്, അത് കൃത്യമായിട്ട് അത് തന്നെ ആയിരിക്കും വേണം. ഓക്കെയാണ് പറഞ്ഞത്. കണ്ടോ, കട്ടി കുറഞ്ഞ വാല് വിത്ത് ഒരു ബ്ലാക്ക് ആയിട്ടുള്ള സ്വിച്ച് വരത്തുണ്ട്. ഓക്കെയാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ താർപാർക്കറിന്റെ ക്യാരക്ടേഴ്സ് വരുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള നോട്ട് നോക്കാം. ദ നെയിം ഓഫ് താർപാർക്കർ ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ദ പ്ലേസ് ഓഫ് ഇറ്റ്സ് ഒറിജിൻ. എവിടെയാണ്? നമ്മൾ താർപാർക്കർ ഡിസ്ട്രിക്ട് ഓഫ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞു. എന്നാലും കൂടുതലും താർ ഡെസേർട്ടുമായിട്ടാണ് അതിന് അവിടെ ജീവിക്കാനുള്ള അനുകൂല സ്ഥിതിയാണുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ താർ ഡെസേർട്ട് എന്ന് പറയുമ്പോൾ രാജസ്ഥാനുമായിട്ട് ബന്ധപ്പെടുത്തി. രാജസ്ഥാൻ, ഗുജറാത്തിന്റെ ഭാഗങ്ങളുണ്ട്. അതുപോലെ ഏകദേശം പാകിസ്ഥാന്റെ ഭാഗത്തും നമുക്ക് ഈ ഒരു താർ ഡെസേർട്ടിന്റെ എന്തുണ്ട്, ലാഞ്ചന ഉണ്ടല്ലേ. അപ്പൊ ആ ഭാഗങ്ങളിൽ ഇപ്പൊ താർ ഡെസേർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കും എന്താണ്, മരുഭൂമി ചൂട് അല്ലെ? ചൂട് മാത്രമല്ല, തണുപ്പും കൊടും തണുപ്പും മരുഭൂമിയിൽ ഉണ്ടായിരിക്കും. രാത്രിയിൽ ഉണ്ടാകുന്ന കൊടും തണുപ്പും പകലുണ്ടാകുന്ന കൊടും ചൂടാണ് മരുഭൂവൽക്കരണത്തിന് കാരണം അല്ലേ? അപ്പൊ അതാണ് മരുഭൂമിയിലെ കാലാവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക്. ഇതിനെ അതിജീവിക്കാനുള്ള ശേഷിയുള്ള ആളാരാണ്? താർ. അതുകൊണ്ട് തന്നെ വെൽ അഡാപ്റ്റഡ് ടു ഹാർഷ് അഗ്രോ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഓഫ് ദ താർ ഡെസേർട്ട് അല്ലേ? താർ ഡെസേർട്ടിന്റെ ഹോട്ട് എന്ന് പറയാൻ പറ്റത്തില്ല, എന്താണ് ഹാർഷ് ആയിട്ടുള്ള അഗ്രോ ക്ലൈമാറ്റിക് കണ്ടീഷൻസുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോഴത്തേക്കും ഇത് അത്യാവശ്യം നല്ല രീതിക്ക് അഡാപ്റ്റ് ചെയ്യപ്പെട്ട അനിമലാണ് താർപാർക്കർ. വേണമെങ്കിൽ എക്സ്ട്രാ പുറത്തുനിന്ന് ചോദിക്കാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ശ്രദ്ധിക്കുക, താർ ഡെസേർട്ട്
താർ ഡെസേർട്ടുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്കും അവിടെയുള്ള വളരെ ഹാർഷ് ആയിട്ടുള്ള അഗ്രോ ക്ലൈമാറ്റിക് കണ്ടീഷനുമായിട്ട് അഡാപ്റ്റ് ചെയ്ത ഒരു അനിമലാണ് ഒരു താർ പാർക്കർ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലടാ? താറിൽ പാർത്ത കാർ അല്ലെങ്കിൽ പശു താർ പാർക്കർ, അത്രേ ഉള്ളൂ. അപ്പോൾ താർ പാർക്കർ ഡിസ്ട്രിക്ട് ഓഫ് പാകിസ്ഥാൻ ഒറിജിനായിട്ട് പറയപ്പെടുന്നത് കളർ വൈറ്റ് ഓർ ഗ്രേ. സ്ഥിരം ചോദിക്കാൻ സാധ്യതയുള്ളത് എന്താണ്? സിനോണിം ചോദിക്കാം, വൈറ്റ് സിന്ധി അല്ലെങ്കിൽ ഗ്രേ സിന്ധി എന്ന് അറിയപ്പെടുന്നത് താർ പാർക്കറാണ്. കാരണം ആ പേര് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല, ആർക്ക് വേണോ ചോദിക്കാം. ചോദിച്ചാൽ കൊള്ളാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഈൽഡ് 1300 കിലോഗ്രാം പെർ ലാക്ടേഷൻ ആണ്. അതുപോലെ നോക്കാം, മീഡിയം സൈസ്ഡ് ബട്ട് സ്റ്റോക്കി അനിമൽ ആണ്, ബ്രോഡ് ഫോർ ഹെഡ് ആണ്, ഹോൺസ് എമർജ് ലാറ്ററലി ഇൻ ദ ലൈൻ ഓഫ് പോൾ. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ. പിന്നെ നോക്കാം, നോട്ട് നോക്കുമ്പോഴത്തേക്ക് എന്താ വരുന്നത്? ഇതിന്റെ പേര് പ്രധാനമായിട്ടും താർ ഡെസേർട്ട് എന്നാണ് ഒറിജിനേറ്റ് വരുന്നത്. അതുപോലെ താറിൽ കാണപ്പെടുന്ന താർ അല്ലേ മരുഭൂമിയിലുള്ള കാലാവസ്ഥയിൽ അല്ലെ കൊടും തണുപ്പിനെയും കൊടും ചൂടിനെയും അതിജീവിക്കാൻ ശേഷിയുള്ള ഒരു അനിമലാണ് ആര്? താർ പാർക്കർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ പിള്ളേരെ? അപ്പൊ ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യങ്ങളെല്ലാം ഓരോന്നായി കേട്ട് അതിന്റെ ഉത്തരം ഞാൻ പറയുന്നതിന് മുന്നേ കമന്റ് ചെയ്യുന്ന ആൾക്കാരാണ് മിടുക്കര്. അവർക്ക് ഒരു തവണ ഈ കാര്യങ്ങൾ തലയിൽ കയറിയിട്ടുണ്ട്. തന്നെയും പിന്നെയും ആവർത്തിച്ച് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരും. നിങ്ങൾക്ക് തെളിഞ്ഞു വരും എല്ലാം. ഇങ്ങനെ എന്താ പറയാ, അതിങ്ങനെ നോളജ് കൃത്യമായിട്ട് ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത സിറ്റുവേഷനിൽ വരും നിങ്ങൾക്ക്. അങ്ങനെ വരുന്ന ഉദ്യോഗാർത്ഥികളാണ് 95 മുകളിലേക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഉദ്യോഗാർത്ഥിയായിട്ട് നിങ്ങൾ മാറണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി വരുന്ന ചോദ്യോത്തര വേളയിൽ വരുന്ന ഓരോ ചോദ്യങ്ങൾക്കും ആൻസർ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. ആൻസർ കണ്ടെത്താൻ പറ്റാത്ത ഒരാളെ സംബന്ധിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അവൻ പറഞ്ഞല്ലോ എന്നുള്ള കാര്യം. കാരണം നമ്മൾ എല്ലാവരും ഒരു അച്ചിലിട്ട് വാർത്തെടുത്ത ആൾക്കാരല്ല. പക്ഷേ വിത്ത് പ്യുവർ പെർസീവറൻസ് ഇത് കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ. ഐ വിൽ കം ടു ദാറ്റ് പോയിന്റ്. ഞാൻ ആ പോയിന്റിലേക്ക്, ആ ലെവലിലേക്ക് ഉയരുമെന്ന് നിങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അവൻ പറയുന്നതിനേക്കാൾ വേഗതയിൽ, ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. അതിന് വേറെ ഒന്നും വേണ്ട, റെപ്പിറ്റേഷൻ ആണ് വേണ്ടത്. ആ റെപ്പിറ്റേഷൻ ഇവിടെ തരും, ചെയ്തിരിക്കണം. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് പോകാം മക്കളെ. നോക്കാം. മാച്ച് ദ ഫോളോയിങ് ബ്രീഡ്സ് വിത്ത് ദെയർ കളർ വെച്ച് നോക്കുമ്പോഴത്തേക്കും ബ്രീഡിനെയും കളറിനെയും മാച്ച് ദ ഫോളോയിങ് പറഞ്ഞിരിക്കുന്നു. ഡിയോണി, നമുക്ക് ഏറ്റവും എളുപ്പമുള്ളത് ഒരെണ്ണം മാത്രം കണക്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള ആൻസർ ചെയ്യാൻ പറ്റുന്ന നോക്കാം. ഡിയോണിയുടെ കളർ നമുക്കറിയാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓർ വൈറ്റ് വിത്ത് ബ്ലാക്ക് പാച്ചസ് അല്ലേ, അതാണ് എന്താണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഒന്നിനെ രണ്ടുമായിട്ട് ബന്ധപ്പിടിക്കുന്ന ഏതൊക്കെയുണ്ട്? ഭാഗ്യവശാൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന്റെ ഉത്തരം എന്തായാലും തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോണം അല്ലേ. പിന്നെ 2 1 തന്നെ നോക്കാം. കാങ്ക്രജ് സിൽവർ ടു അയൺ ഗ്രേ, ഓഫ് കോഴ്സ് ശരിയാണ്. 3 ഹരിയാന വൈറ്റ് ഓർ ലൈറ്റ് ഗ്രേ, താർ പാർക്കർ വൈറ്റ് ഓർ ഗ്രേ. സംശയമൊന്നുമില്ല നമുക്ക് ആ കാര്യത്തിൽ അല്ലേ. അപ്പൊ എന്താണ് ഉത്തരം? ഏതാണ് മക്കളെ? ആണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോയിങ് ബ്രീഡ്സ് വിത്ത് ദെയർ ഹോൺ അപ്പിയറൻസ്. നോക്കാം, ഇവിടെ നമുക്ക് എല്ലാത്തിനും ഹോൺ അപ്പിയറൻസും ഡിസ്ക്രിപ്ഷൻ ഉണ്ടോ? ഇല്ലാത്തതും ഉണ്ട് അല്ലെ, ഇല്ലാത്തതും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളത് വെച്ചിട്ട് നമുക്ക് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. നോക്കാം. കാങ്കറ ക്രൗൺ ഷേപ്പ് അല്ലെങ്കിൽ ക്രസന്റ് ഷേപ്പിൽ നമുക്കറിയാം 2 1 ആണല്ലേ. യെസ്, 2 1 ആണ്. ഇവിടെ നമ്പർ മാറി കിടക്കണേ. 2 1 ആണ് നമുക്കറിയാം. 2 1 ഉള്ള ഏതെങ്കിലും ഉണ്ടാ മക്കളെ? ആണ് ഉത്തരം അല്ലേ. ഡിയും കിടപ്പുണ്ട്. 2 1 ഉള്ള ഡിയും കിടപ്പുണ്ട്. ഇനി നമുക്ക് ബാക്കി നോക്കാം. ഹരിയാന എന്ന് പറയുമ്പോഴും നമുക്കറിയാം ഹരിയാന സ്റ്റംപി കുറ്റി അടിച്ച വെള്ള ഹോണാണല്ലേ. 3 4 3 4. അപ്പൊ ഈ 2 1 ഇത് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത് രണ്ടും എന്തായാലും വരില്ല, വെട്ടിക്കളയാം അല്ലേ. ഇനി ഈ 2 കാര്യങ്ങൾ ക്ഷമിക്കണം, ഇത് രണ്ടും വെട്ടിക്കളയാം. ഇത് രണ്ടും ആണോ ഡി ആണോ എന്ന് മാത്രം സംശയമുള്ളൂ. അപ്പൊ ഹരിയാന സ്റ്റംപി ഹോൺ 3 4 ഉള്ള ഏതെന്ന് നോക്കാം. 3 4 ഉള്ളത് ആണല്ലേ. യെസ്, അപ്പൊ ഏതായാലും നമുക്ക് ഏതായിരിക്കും? തന്നെ ആയിരിക്കും ഉത്തരമായിട്ട് വരിക അല്ലേ. തന്നെയാണ്. ബാക്കിയുള്ള നോക്കിയാൽ നിങ്ങൾ ഹരിയാന, അതുപോലെ താർ പാർക്കർ ലാറ്ററൽ എമർജൻസി ലൈൻ വിത്ത് ദ പോൾ നമുക്കറിയാം. അതുപോലെ ഡിയോണിക്ക് ഒരു ഡിസ്ക്രിപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ്? സ്മാൾ സൈസ്ഡ് ഹോൺസ് എമർജ് ഫ്രം ദ സൈഡ് ഓഫ് ദ പോൾ. അത് ഞാൻ ഡിയോണിയുടെയും കൊമ്പിന്റെ ഒരു ഷേപ്പ് അല്ലേ. ഇനി നോക്കാം, ഈൽഡ് നോക്കാം. ഡിയോണിയുടെ ഈൽഡ് ഇതിൽ ഏറ്റവും കൂടുതൽ ഈൽഡ് ഉള്ള ആർക്കാണ് മക്കളെ? ഹരിയാനയ്ക്കാണ് അല്ലേ. ഹരിയാനയ്ക്കാണല്ലേ. അപ്പൊ നമുക്കറിയാം 1400 കിലോഗ്രാം 1400 കിലോഗ്രാം നമുക്കറിയാം. അത് ഏതിനാണ്? ഹരിയാനയ്ക്കാണ് വരുന്നത്. അപ്പൊ 3 1 ഉള്ളത് നോക്കാം. 3 1 ഉള്ളത് എത്ര എണ്ണം ഉണ്ടാ? 3 1 ഉള്ളത് ഒരെണ്ണേ ഉള്ളൂ. ഭാഗ്യമുണ്ടല്ലേ. ബാക്കി കറക്റ്റ് ആണെന്ന് നോക്കാം. 2 4 ആണ്. കാങ്ക്രജ് 1300 ആണ്. ശരിയാണല്ലേ. ഇവിടെ 2300 വരുന്നുണ്ട്. ഓക്കെയാണ്. ഡിയോണിയെ സംബന്ധിച്ച് 900 കിലോഗ്രാം മാത്രമാണ് ഉള്ളത്. നമുക്ക് അതറിയാം. അപ്പൊ 1 2 ആണെന്ന് നോക്കാം. അതിനകത്ത് 1 2 തന്നെയാണ്. സിയിൽ നോക്കുമ്പോൾ 1 2 തന്നെയാണ് അല്ലേ. അപ്പൊ ഏതാണ് ഉത്തരം വരുന്നത്? സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി നോക്കാം അടുത്ത മാച്ച് ദ ഫോളോയിങ് ഏതാണ്?
നോട്ടബിൾ ഫീച്ചേഴ്സ് കാങ്കറിനെ സംബന്ധിച്ച് സവായ് ചെല്ല് നമുക്കറിയാം 2-1 ഈസി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം അല്ലെ, 2-1 കണക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് 2-1 ഒരെണ്ണം മാത്രമേ ഉള്ളല്ലേ. ഇവിടെയൊക്കെ റെപ്പറ്റീഷൻ ഉണ്ട്, പക്ഷെ ഇതിന് ഭാഗ്യത്തിന് 1 മാത്രമേ ഉള്ളൂ. അപ്പൊ 1-3 നോക്കാം. ഡിയോണി എന്ന് പറയുമ്പോഴത്തേക്കും ഏത് ഡിയോണി എന്ന് പറയുമ്പോൾ ഗിറുമായിട്ട് റിസംബ്ലൻസ് ഉണ്ട്. അതുപോലെ ഹരിയാന ആകുമ്പോൾ എന്താണ് താർ പാർക്കർ എന്താണ് താർ ഡെസേർട്ടുമായി ബന്ധപ്പെട്ട് അഡാപ്റ്റേഷൻ ഉണ്ട്. 4-2 ആണോ നോക്കാം അതിനകത്ത്. യെസ്, 4-2 തന്നെയാണല്ലേ. അപ്പോൾ എന്താണ് 3-4 ഹരിയാന നേവൽ ഭാപ്പ് ഇല്ല, അത് നമുക്കറിയാം. അപ്പോൾ ഏതാണ് ഉത്തരം വരുന്നത്? സി ആണ് ഉത്തരമായിട്ട് വരുന്നത് അല്ലേ. 1-3 അല്ലേ, 1-3 യെസ്, അതുപോലെ തന്നെ വരുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത മാച്ച് ഫോളോ ചെയ്ത് നോക്കാം. കാങ്ക്രേജ് അല്ലെ എന്താണ് ഫീച്ചറും അതുപോലെ നമ്മുടെ ബ്രീഡും. കാങ്ക്രേനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് എന്താണ് ക്രസന്റ് ഷേപ്ഡ് ഹോൺ 1-3 നോക്കാം. 1-3 2 ഉണ്ടല്ലേ. അപ്പോൾ ഈ ബിയും സിയും ഒരിക്കലും വരില്ല നമുക്ക് ഉറപ്പായി. 1-3 ക്രസന്റ് ഷേപ്ഡ് ഹോൺ നമുക്കറിയാം. അപ്പോൾ കാങ്ക്രേജിനെ നമ്മൾ 3 കണക്ട് ചെയ്തു. അതുപോലെ എന്താണ് ഹരിയാന ഡിയോണി താർപാക്കർ അല്ലെ. ഡിയോണി നമുക്ക് നോക്കാം. ഡിയോണിയിൽ എന്തുണ്ട് പെൻഡുലസ് ഷീത്ത് ഉണ്ടല്ലേ. 1-3 എന്താണ് 3 അപ്പോഴത്തേക്ക് ഏതിൽ വരണം? 3-1 വരണം അല്ലേ. 1-3-3-1 യെസ്, ഡിയോണി പെൻഡുലസ് ഷീത്ത്. പിന്നെ ഹരിയാന ലോങ് ആൻഡ് നാരോ ഫേസ് ആണ് നമുക്കറിയാം അല്ലെ. താർ പാർക്കർ എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റോക്കി ആൻഡ് മീഡിയം സൈസ് നമുക്കറിയാം. അപ്പൊ കൃത്യമായി കിട്ടി. എ ആണ് അതിന്റെ ഉത്തരമായിട്ട് വരിക അല്ലെ. അടുത്ത് നോക്കാം. അപ്പൊ ഇനി നമുക്ക് എന്റെ ഓൺവേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പൊ വാട്ട് ഈസ് ദ ഒറിജിൻ ഓഫ് ഡിയോണി കാറ്റിൽ? ഡിയോണിയുടെ കാറ്റിലിന്റെ ഒറിജിൻ എവിടെയാണ് മക്കളെ? പറ. ഞാൻ പറഞ്ഞു മടി പിടിച്ചിരിക്കരുത്, ഉത്തരം പറയണം. ഏതാണ് ഡിയോണി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ആന്ധ്രാപ്രദേശ് അല്ലെ, AP ആണല്ലേ. അതുപോലെ നെക്സ്റ്റ് നോക്കാം. വാട്ട് ഈസ് ദ മിൽക്ക് ഈൽഡ് ഓഫ് ഡിയോണി കാറ്റിൽ? ഡിയോണി കാറ്റിലെ മിൽക്ക് ഈൽഡ് എന്ന് പറയുമ്പോഴത്തേക്കും 900 കിലോഗ്രാം നമുക്കറിയാം. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സിനോണിം ഫോർ ഡിയോണി? ഡിയോണിയുടെ മറ്റൊരു പേരെന്താണ്? യെസ്, നമുക്കറിയാം ഡാങ്കാരി എന്നാണ് അല്ലേ. അതുപോലെ ഡിയോണി കാറ്റിൽ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ, എന്താണ് അതിന്റെ ഡിയോണിയുടെ പ്രത്യേകത? ഡിയോണിയുടെ ക്യാരക്ടർ എന്താണ്? മീഡിയം സൈസ് ആൻഡ് സ്ട്രെയിറ്റ് ബാക്ക് ആണ്. ലോങ് ആൻഡ് നാരോ ഫേസ് ഹരിയാനയാണ്. അയർ ഷേപ്ഡ് ഹോൺ എന്താണ്? നമ്മുടെ കാങ്ക്രേജ് ആണ്. ബ്രോഡ് ഫോർഹെഡ് വേറെയാണല്ലേ. അതൊക്കെ പോയി. അപ്പൊ എ ആണ് അതിന്റെ ഉത്തരം. അതുപോലെ ഡിയോണി കാറ്റിൽ റിസംബിൾസ് വിച്ച് ബ്രീഡ്? ഗീറുമായിട്ട് തന്നെ റിസംബിൾസ് ഉണ്ട് അല്ലേ. അതുപോലെ വേർ ഡസ് ദ കാങ്ക്രേജ് ബ്രീഡ് ഒറിജിനേറ്റ്? കാങ്ക്രേജ് എവിടെ വരുന്നത്? ഗുജറാത്ത് എന്നാ വരുന്നത് നമുക്കറിയാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരമാണ്. അതുപോലെ വാട്ട് ഈസ് ദ മിൽക്ക് ബ്രീഡ് ഓഫ് കാങ്ക്രേജ്? എത്രയാണ് ഒരു ലാക്ടേഷനിലും? കാങ്ക്രേജിന് 1300 കിലോഗ്രാമാണ് അതിന്റെ ലാക്ടേഷൻ. അതുപോലെ വാട്ട് ഈസ് ദ കളർ ഓഫ് കാങ്ക്രേജ് കാറ്റിൽ? ഏതാണ് പറ, ഒന്ന് പറഞ്ഞേ. പറ ഏതാണ്? സിൽവർ ടു അയൺ ഗ്രേ ആണല്ലേ. എന്താണ്? സിൽവർ ടു അയൺ ഗ്രേ ആണ് കാങ്ക്രേജിന്റെ കളർ. ദ കാസ് ഓഫ് ഡാഷ് ബ്രീഡ് ഹാവ് റസ്റ്റ് റെഡ് കളർഡ് പോൾസ് ആൻഡ് ദിസ് കളർ ഡിസപ്പിയർ വിത്തിൻ 6 to 9 months. ഏത് ബ്രീഡിന്റെ കാഫിനാണ് ഒരു റസ്റ്റ് റെഡ് കളർ പോൾ ജനിക്കുന്ന സമയത്തുള്ളതെന്ന് ചില ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഇതാണ് കാങ്ക്രേജ്. എന്താണ്? കാങ്ക്രേജ് നമുക്കറിയാം. അതുപോലെ അയർ ഷേപ്ഡ് ഹോൺസ് ആർ ദ ബ്രീഡ് ക്യാരക്ടർ ഓഫ് വിച്ച് ബ്രീഡ് എന്ന് വെച്ചാൽ അത് നമുക്കറിയാം. എന്താണ്? കാങ്ക്രേജ് അല്ലേ. എന്താണ്? കാങ്ക്രേജ്. അതുപോലെ ക്രൗൺ ഷേപ്ഡ് ഹോൺസ് ആർ ദ ബ്രീഡ് ക്യാരക്ടർ ഏതിന്റെയാണ്? കാങ്ക്രേജിന്റെ ആണ് നമുക്കറിയാം. അതുപോലെ ക്രസന്റ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ്? കാങ്ക്രേജ് ആണ്. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. എങ്ങനെ ചോദിച്ചാലും ഇത് ഇങ്ങനെ ഓരോ പോയിന്റ് നിങ്ങളെ തലയിൽ കൂടെ കയറി ഇറങ്ങി ഈ പരീക്ഷ എഴുതാൻ പോകണം. അതേ പരീക്ഷ തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ എങ്ങനെ തിരിച്ചു മറിച്ച് ചോദിച്ചാൽ എൻ്റെ പിള്ളേർ എഴുതും എനിക്കറിയാം. അതുപോലെ സവായ് ചെൽ ഈസ് ദ പെക്യുലർ ഗേറ്റ് ഓഫ് ആരുടെയാണെന്ന് നോക്കാം. സവായ് ചെൽ ആരുടെയാണ്? കാങ്ക്രേജിന്റെ പെക്യുലർ ഗേറ്റ് അല്ലേ, നമുക്കറിയാം. അതുപോലെ കളർ ഓഫ് കാങ്ക്രേജ് സിൽവർ ഗ്രേ ടു അയൺ ഗ്രേ ആണ് എന്ത്? കാങ്ക്രേജിന്റെ കളർ. അതുപോലെ മിൽക്ക് ഈൽഡ് ഓഫ് കാങ്ക്രേജ് പെർ ലാക്ടേഷൻ, ഒരു ലാക്ടേഷൻ മിൽക്ക് എത്രയാണ്? 1300 കിലോഗ്രാം ആണ്. അതുപോലെ വാട്ട് ഈസ് ദ ഡിസ്റ്റിങ്ക്ട് ഫീച്ചർ ഓഫ് കാങ്ക്രേജ് കാവ്സ്? എന്താണ്? റെസ്റ്റ് റെഡ് കളർഡ് പോൾസ് ഡിസപ്പിയർ വിത്തിൻ 6 to 9 months. ഓക്കെ. അതുപോലെ വാട്ട് ഈസ് ദ ടിപ്പിക്കൽ ഹോൺ ഷേപ്പ് ഓഫ് കാങ്ക്രേജ് കാറ്റിൽ? എന്താണ്? അയർ ഷേപ്പ്ഡ് അല്ലെങ്കിൽ ക്രസന്റ് ഷേപ്പ്ഡ് രണ്ടും ആണല്ലേ. അപ്പൊ എന്താണ്? ബോത്ത് A and B എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ ഉത്തരം. അതുപോലെ ലോങ് ആൻഡ് നാരോ ഫേസ്, ഫ്ലാറ്റ് ഫോർഹെഡ് ആൻഡ് വെൽ മാർക്ക്ഡ് ബോണി പ്രോമിൻസ് അറ്റ് ദ സെന്റർ ഓഫ് ദ പോൾ. ആരുടെയാണ് മക്കളെ? ഹരിയാനയുടെ ഒരു ക്യാരക്ടർ ആണല്ലേ. അതുപോലെ ഹരിയാനയുടെ കളർ ഏതാണ്? വൈറ്റ് ഓർ ലൈറ്റ് ഗ്രേ ആണ് ഹരിയാന കളർ. അതുപോലെ വാട്ട് ഈസ് ദ ഒറിജിൻ ഓഫ് ഹരിയാന കാറ്റിൽ? എവിടെയാണ് അറിയാം? ഹരിയാനയാണല്ലേ. അതുപോലെ വാട്ട് ഈസ് ദ കോമൺ കളർ ഓഫ് ഹരിയാന കാറ്റിൽ? അത് നമുക്കറിയാം, ലൈറ്റ് ഗ്രേ ഓർ വൈറ്റ് ആണ് നമുക്ക് അതിന്റെ കളർ വരുന്നത്. വാട്ട് ഈസ് ആവറേജ് മിൽക്ക് ഈൽഡ് ഓഫ് ഹരിയാന കാറ്റിൽ? നമുക്കറിയാം 1400 കിലോഗ്രാം എന്നറിയപ്പെടുന്നു അല്ലേ. അതുപോലെ എന്താണ് ഏറ്റവും നല്ല ഏതാണ്? നമ്മുടെ ഡ്യുവൽ പർപ്പസ് ബ്രീഡ് ഹരിയാനയാണ്. അതുപോലെ സിനോണിം, ഹരിയാനയുടെ സിനോണിം ഏതാണ്? ഹൻസി എന്നാണല്ലേ, ഹൻസി. അതുപോലെ വാട്ട് ക്യാരക്ടർ ഡിഫറൻസസ് ഹരിയാന കാറ്റിൽ ഫ്രം അതേഴ്സ്? ഏതാണ്? ലോങ് ആൻഡ് നാരോ ഫേസ് ആണ്. കൃത്യമായിട്ട് എടുത്തു പറഞ്ഞാൽ അതിന്റെ ക്യാരക്ടർ ഡിഫറൻസ് അല്ലേ. അതുപോലെ വേർ താർ പാർക്കർ ബ്രീഡ് ഒറിജിനേറ്റ്? താർ പാർക്കർ ബ്രീഡ് എവിടെയാണ്? താരി അല്ലേ. താർ പാർക്കർ ഡിസ്ട്രിക്ട് ഓഫ് പാകിസ്ഥാനാണ് താർ പാർക്കർ ബ്രീഡ് വന്നിട്ടുള്ളത്. അതുപോലെ വാട്ട് ഈസ് ദ മിൽക്ക് ഈൽഡ് ഓഫ് താർ പാർക്കർ ബ്രീഡ്? ഏതാണ്? 1300 കിലോഗ്രാം ആണ് താർ പാർക്കറിന്റെ ഈൽഡ് അല്ലേ. അതുപോലെ ഹോൺസ് എമർജ് ലാറ്ററലി അറ്റ് ദ സെയിം ലൈൻ ആസ് ദാറ്റ് ഓഫ് പോൾ വിത്ത് ബ്ലണ്ട് പോയിന്റ്സ് അറ്റ് ദ ബ്രീഡ് ക്യാരക്ടർ ഓഫ്? ഏതാണ്?
ഏതാണ് മക്കളെ? യെസ്, താർ പാർക്കറിന്റെ ആ ഒരു ക്യാരക്ടർ ആണല്ലേ. അതുപോലെ വാട്ട് ഈസ് സിനോണിം ഓഫ് താർ പാർക്കർ? ഏതാണ്? ഇത്രയേ ഉള്ളൂ. എന്താണ് വൈറ്റ് സിന്ധി പറഞ്ഞ ആരാണ്? താരി എന്നൊക്കെ പറഞ്ഞ ആരാണ്? താർ പാർക്കർ ആണല്ലേ. അതുപോലെ വാട്ട് ഈസ് ദ ടിപ്പിക്കൽ കളർ ഓഫ് താർ പാർക്കർ ക്യാറ്റ്? ഏതാണ്? താർ പാർക്കറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? വൈറ്റ് ഓർ ഗ്രേ ആണ് കൃത്യമായിട്ട് പറഞ്ഞ കളർ. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് താർ പാർക്ക് ക്യാറ്റ്? ഏതാണ്? താർ പാർക്കറിനെ സംബന്ധിച്ചിടത്തോളം നോക്കാം. ലോങ് ആൻഡ് നാരോ ഫേസ് ആണോ? അത് ഹരിയാനയാണല്ലേ. അയർ ഷേപ്ഡ് ഹോൺസ് ആണോ? അല്ല. സ്റ്റോക്കി ബിൽഡ് വിത്ത് മീഡിയം സൈസ് ആണ് താർ പാർക്കറിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടർ. അതുപോലെ താർ പാർക്ക് ക്യാറ്റിൽ ആർ വെൽ അഡാപ്റ്റഡ് ടു ഏതാണ്? ഡെസേർട്ട് കണ്ടീഷൻസ് അല്ലേ. യെസ്. അതുപോലെ വിച്ച് ബ്രീഡ് ഇസ് ദ മോസ്റ്റ് പവർഫുൾ എമംഗ് ഇന്ത്യൻ ക്യാറ്റിൽ? ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സാധനം ഏതാണ്ടാ? കാംഗ്രേജ് ആണ്. നമുക്ക് സംശയമില്ല കാര്യത്തിൽ അല്ലേ. അതുപോലെ വിച്ച് ബ്രീഡ് ഹാസ് എ പെക്യുലർ ഗേറ്റ് കാർഡ് സവായച്ചൽ? നമുക്കറിയാം. ഒറ്റ ഉത്തരം ഏതാണ്? കാംഗ്രേജ് അല്ലേ. അതുപോലെ വിച്ച് ബ്രീഡ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ബ്രോഡ് ഫോർഹെഡ്? ഇതിൽ ബ്രോഡ് ഫോർഹെഡ് ഏതിലാണ്? കാംഗ്രേജിനും താർ പാർക്കനും ബ്രോഡ് ഫോർഹെഡ് ആണല്ലേ. അതെ, ബോത്ത് എ ആൻഡ് ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അതുപോലെ വിച്ച് ബ്രീഡ്സ് കോൺ എമർജ് ലാറ്ററലി ഇൻ ലൈൻ വിത്ത് ദ പോൾ? കൃത്യമായിട്ട് പറഞ്ഞാൽ അത് ഏതിന്റെയാണ് മക്കളെ? താർ പാർക്കറിന്റെ ആ ഒരു കൃത്യമായ ഫീച്ചർ ആണല്ലേ. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഡിയോണിക്കും ഏകദേശം അതുപോലെ തന്നെയാണ്, സൈഡിലേക്ക് ലാറ്ററലി ആകാൻ വരുന്നത്. പക്ഷേ കൃത്യമായി താർ പാർക്കറാണ് ഒരു ക്യാരക്ടർ എടുത്ത് പറയുന്നത്. അതുപോലെ വിച്ച് ബ്രീഡ് ഈൽസ് ദ ഹയസ്റ്റ് മിൽക്ക് പെർ ലാക്ടേഷൻ? ഇതിനകത്ത് താഴെ പറയുന്നത് ഹരിയാനയ്ക്കാണ് ഏറ്റവും കൂടുതൽ മിൽക്ക് കിട്ടുന്നത്. അതുപോലെ അപ്പൊ ഇനി നമുക്ക് പ്രസ്താവന ചോദ്യങ്ങളിലേക്ക് പോകാം. പ്രസ്താവന ചോദ്യങ്ങളിലേക്ക് കിടക്കുന്നു. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് ഡിയോണി ക്യാറ്റ്. ഡിയോണിയെ പറ്റി ശരിയായ പ്രസ്താവന. ഡിയോണി ക്യാറ്റിൽ ഒറിജിനേറ്റഡ് ഫ്രം ഗുജറാത്ത് തെറ്റായ പ്രസ്താവനയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ എലിമിനേഷൻ ആപ്ലിക്കബിൾ ആക്കുന്നു അല്ലെ. ഗുജറാത്തിൽ നിന്ന് ജനിച്ചു, അതുകൊണ്ട് തന്നെ ഒന്ന് ഉൾപ്പെടുന്നതെല്ലാം നമ്മൾ കളയാൻ വേണ്ടി പോകുന്നു അല്ലെ. ഒന്ന് തെറ്റായത് കൊണ്ട് തന്നെ ശരി ഏതെന്നല്ല ചോദിച്ചതാ. അപ്പൊ ഒന്ന് തെറ്റാണ്. ഈ ഓപ്ഷൻ ഒരിക്കലും വരില്ല, ഈ ഓപ്ഷനും വരില്ല. ഇനി നോക്കാം. ദ ആവറേജ് മിൽക്ക് ഈൽഡ് ഓഫ് ഡിയോണി ക്യാറ്റിൽ ഈസ് 900 കിലോഗ്രാം പെർ ലാക്ടേഷൻ അല്ലേ. അത് ശരിയായ പ്രസ്താവനയാണ്. രണ്ടുള്ളത് മാത്രം എടുത്താൽ മതി. ഇതിൽ രണ്ടില്ല, ഉത്തരം ബി ആയിരിക്കും. ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട അല്ലെ. ഡിയോണി ക്യാറ്റിന് അയർ ഷേപ്ഡ് ഹോൺ, അതും തെറ്റാണ് അല്ലേ. അത് തെറ്റാണ്. അപ്പോൾ അത് തെറ്റിലേക്ക് പോയി. അപ്പോൾ ഏതാണ്? ബി തന്നെയാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ദിവസം നോക്കാം. ഫൈൻഡ് ഔട്ട് സ്റ്റേറ്റ്മെന്റ് നോട്ട് ട്രൂ അബൌട്ട് കാംഗ്രേജ് ക്യാറ്റിൽ. കാംഗ്രേജുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നു. കാംഗ്രേജ് ക്യാറ്റിൽ ആർ ദ ഹെവിയസ്റ്റ് എമംഗ് ഇന്ത്യൻ ക്യാറ്റിൽ ബ്രീഡ്സ്. അത് ശരിയായത് കൊണ്ട് തന്നെ നമ്മൾ തെറ്റല്ലേ ചോദിച്ചിരിക്കുന്നേ. മാറിപ്പോകാതിരിക്കാൻ വട്ടം നമ്മൾ ആദ്യം ഇട്ട് വയ്ക്കുന്നു. അപ്പോൾ ആദ്യത്തെ പ്രസ്താവന ശരിയാണ്. ആ ഒന്നാമത്തെ പ്രസ്താവന ശരിയെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ മണ്ടയ്ക്ക് അടിക്കണ്ടേ? അടിക്കുന്നു നമ്മൾ എയുടെയും സിയുടെയും മണ്ടയ്ക്ക്. ഇനി ബി ആണോ ഡി ആണോ എന്ന് മാത്രമേ സംശയമുള്ളൂ. അടുത്ത ദിവസം ആവറേജ് മിൽക്ക് ഈൽഡ് ഓഫ് കാംഗ്രേജ് ക്യാറ്റ് 900 കിലോഗ്രാം പെർ ലാക്ടേഷൻ. അല്ല, 1300 നമുക്കറിയാം. അത് തെറ്റല്ലേ. അപ്പോൾ രണ്ട് തെറ്റുള്ളതല്ലേ എടുക്കാൻ പാടുള്ളൂ. ഇത് രണ്ട് തെറ്റാണെന്ന് പറഞ്ഞിരിക്കുന്നു ഇവിടെ അല്ലേ. രണ്ട് തെറ്റാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിൽ രണ്ട് തെറ്റാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതും നമുക്ക് കളയാം. അപ്പോൾ ബി ആയിരിക്കും ഉത്തരം. രണ്ട് പ്രസ്താവന തന്നെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി അല്ലേ. ഇത് മറ്റേ നോക്കാം. കാംഗ്രേജ് ക്യാറ്റിൽ ഹാവ് എ പെക്യുലർ ഗേറ്റ് കാർഡ് സവായച്ചൽ എന്ന് പറഞ്ഞാൽ ശരിയായ പ്രസ്താവനയല്ലേ. അപ്പോൾ ആ തെറ്റിൽ വരുന്നില്ലല്ലോ. അതിൽ 3 ഇല്ലല്ലോ. കറക്റ്റ് ആണ്. അല്ല, ഹോൺസ് ഓഫ് കാംഗ്രേജ് ക്യാറ്റിൽ ആർ പെൻഡുലസ് ഇൻ ഷേപ്പ്. മൊണ്ണ തെറ്റാണല്ലേ. അപ്പോൾ 2ഉം 4ഉമാണ് തെറ്റായിട്ട് വരുന്നത്. ബി ആണ് ഉത്തരമായിട്ട് വരുന്നത് അല്ലേ. ഓക്കെ അല്ലേ. രണ്ട് പ്രസ്താവന കിട്ടിയപ്പോൾ തന്നെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തിയില്ല. എത്താൻ പറ്റും. അതാണ് നമ്മുടെ എലിമിനേഷൻ ടെക്നിക്കിന്റെ പവർ. നോക്കാം. ഹരിയാന ക്യാറ്റിൽ ആർ നോൺ ആസ് എ ഡ്യുവൽ പർപ്പസ് ബ്രീഡ്. അതെ, ഹരിയാന ക്യാറ്റിൽ ഡ്യുവൽ പർപ്പസ് ബ്രീഡ് ആണ്. മുകളിൽ തന്നിരിക്കുന്നത് ശരിയായവ എന്നല്ല ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹരിയാന ഡ്യുവൽ പർപ്പസ് ആണ്. ഒന്നുള്ളത് മാത്രമല്ലേ എടുക്കാൻ പാടുള്ളൂ. ബിയിലൊന്നില്ല, ഡിയിലൊന്നില്ല, രണ്ടും കളഞ്ഞു. ഇനി എ ആണോ സി ആണെന്ന് മാത്രമേ നമുക്ക് സംശയമുള്ളൂ. ദ ആവറേജ് മിൽക്ക് ഈൽഡ് ഓഫ് ഹരിയാന ക്യാറ്റിൽ ഈസ് 1400 കിലോഗ്രാം പെർ ലാക്ടേഷൻ. ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ രണ്ടും ശരിയാണെന്ന് പറയണ്ടേ എല്ലാ പ്രസ്താവനയും. യെസ്, സിയിൽ 1 ശരിയാണെന്ന് പറഞ്ഞിരിക്കുന്നു, 3 ശരിയാണെന്ന് പറഞ്ഞു, 2 ശരിയാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സി നമ്മൾ വെട്ടിക്കളഞ്ഞു. ഇനി നമുക്ക് നോക്കാം. ഹരിയാന ക്യാറ്റ് ഹാവ് റെഡ് കളർഡ് പോൾസ്. തെറ്റായ പ്രസ്താവനയല്ലേ. തെറ്റായ പ്രസ്താവനയാണ് അല്ലേ. ഇനി അപ്പോൾ ഇതിൽ അത് ശരിയാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. ഹരിയാന ക്യാറ്റിലാർ ലാക്ക് നേവൽ ഫ്ലാപ്പ്, അതും ശരിയാണ്. അപ്പോൾ 1, 2, 4 ശരി. രണ്ട് പ്രസ്താവന കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി. പിന്നെയും നമ്മുടെ ചോദ്യം കറക്റ്റ് ആണോ എന്ന് അറിയാൻ, അല്ലെങ്കിൽ നമ്മുടെ അസംഷൻ കറക്റ്റ് ആണോ എന്ന് അറിയാൻ മാത്രം നമ്മൾ 2 ക്വസ്റ്റ്യൻ നോക്കി. അപ്പോൾ അടുത്ത പ്രസ്താവന നോക്കാം. ഫൈൻഡ് ഔട്ട് സ്റ്റേറ്റ്മെന്റ് ട്രൂ അബൌട്ട് അല്ലെ നോട്ട് ട്രൂ അബൌട്ട് താർ പാർക്ക്. താർ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് എന്നാ ചോദിച്ചത്. അതുകൊണ്ട് തെറ്റാതിരിക്കാൻ വട്ടം ഇട്ട് വയ്ക്കണം. തെറ്റ് ചോദിച്ചുകൊണ്ട് താർ പാർക്ക് ക്യാറ്റിൽ ഒറിജിനേറ്റ് ഫ്രം ഹരിയാന. അതൊരു മൊണ്ണ തെറ്റാണല്ലേ. അത് താർ എന്നാണല്ലേ. അത് എവിടെയാണ്? താരിയാണല്ലേ. താർ ഡെസേർട്ട്. ഓക്കെ. അതുപോലെ പാകിസ്ഥാനിൽ നിന്നാണ്. അതുപോലെ അപ്പൊ നോക്കാം. താർ പാർക്ക് ഡിസ്ട്രിക്ട് ഓഫ് പാകിസ്ഥാൻ. അപ്പൊ തെറ്റായതുകൊണ്ട് തന്നെ 1 ശരിയാണെന്ന്, അതും തെറ്റാണെന്ന് പറഞ്ഞാൽ എടുക്കണ്ടേ. ഒന്നുള്ളത് മാത്രം എടുക്കണ്ടേ. എയിലും സിയിലും ഡിയിലും 1 തെറ്റാണെന്ന് പറഞ്ഞിരിക്കും. അതുകൊണ്ട് എടുക്കാം. ബിയിൽ അത് പറയാത്തതുകൊണ്ട് നമ്മൾ അതിനെ വെട്ടിക്കളഞ്ഞു. താർ പാർക്ക് ക്യാറ്റിൽ അഡാപ്റ്റഡ് ഡെസേർട്ട് കണ്ടീഷൻ. അത് ശരിയായ പ്രസ്താവനയല്ലേ. ഈ 2 തെറ്റാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അവന്റെ മണ്ടയ്ക്കടിക്കണ്ടേ. എയിൽ പറഞ്ഞിരിക്കുന്നു 2 തെറ്റാണെന്ന്, അതുകൊണ്ട് മണ്ടയ്ക്കടിച്ചു. ദ ഹോൺസ് ഓഫ് താർ പാർക്ക് ക്യാറ്റിൽ സ്റ്റംബി ഇൻ നേച്ചർ. അത് തെറ്റല്ലേടാ. തെറ്റാണ് അല്ലേ. അപ്പൊ എന്താണ്? ആ തെറ്റാണ്. ആ തെറ്റായത് കൊണ്ട് തന്നെ അത് തെറ്റാണെന്ന് തന്നെ പറയണ്ടേ. യെസ്, 1, 3 തെറ്റാണെന്ന് ഇതിൽ 3 തെറ്റാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ അതും കളയുന്നു. ഡി ആയിരിക്കും ഉത്തരം.
അതെ, ഡി ആണ് ഉത്തരം അല്ലെ. ഏതാണ്? ഡി ആണ് ഉത്തരം. ഇനി നോക്കാം, ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ട്രൂ അബൌട്ട് ഡിയോണിക് കാറ്റിൽ. ഡിയോണിക് കാറ്റിനെ പറ്റി ശരിയായ പ്രസ്താവന എന്ന് ചോദിച്ചിരിക്കുന്നു. ഡിയോണിക് കാറ്റ് ലീഡ് 1400 കിലോഗ്രാം പെർ ലാക്ടേഷൻ. തെറ്റാണ്, മൊണ്ണത്തെറ്റ്. 1400 ഒന്നുമില്ല ഡിയോണിക് അല്ലേ. അപ്പൊ ഏതാണ്? ആ തെറ്റായത് കൊണ്ട് തന്നെ ശരി ഏതൊക്കെയാണെന്ന് ചോദിച്ചിരുന്നതുകൊണ്ട് തന്നെ ഇത് ശരിയാണെന്ന് ഏതെങ്കിലും ഓപ്ഷൻ പറഞ്ഞാൽ അതിന്റെ എല്ലാം മണ്ടയ്ക്ക് നമുക്ക് അടിക്കാം അല്ലേ. എയുടെ മണ്ടയ്ക്ക് അടിച്ചു, ഡിയുടെ മണ്ടയ്ക്ക് അടിച്ചു. ഇത് നോക്കാം, ഡിയോണിക് കാറ്റിൽ ആർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓർ വൈറ്റ് വിത്ത് ഇറഗുലർ പാച്ചസ്. അത് ശരിയായ പ്രസ്താവന തന്നെയാണ്. അപ്പോൾ ഇതില് 2 ശരിയാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല, അതുകൊണ്ട് ബി ആയിരിക്കും ഉത്തരവായിട്ട് വരുന്നത് അല്ലേ. അല്ലേടാ? ആണ്. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഡിയോണിക് കാറ്റ് റിസംബ്ൽസ് ഗിർബീഡ്. അത് ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ എന്താ? 3 ശരിയാണ്. അപ്പോൾ തെറ്റുമാവണം. ഡിയോണിക് കാറ്റ് ഹാവ് എ ഫ്ലാറ്റ് ഫോർഹെഡ് വിത്ത് എ ബോണി പ്രോമിനൻസ്. ഡിയോണിക് കാറ്റിനെ സംബന്ധിച്ച് ഫ്ലാറ്റ് ഫോർഹെഡ് അല്ല, അത് ഗിർ പോലെ കുറച്ച് ബൾജ്ഡ് ആയിട്ടുള്ള ഫോർഹെഡ് ആണല്ലേ. അപ്പോൾ തെറ്റുമാണ്. അപ്പോൾ ഏതാണ്? 1, 2, 3 ആണ് ശരിയായിട്ട് ഇതിനകത്ത് വരുന്ന പ്രസ്താവനകൾ. ബി ആണ് ഉത്തരം. ഇനി നോക്കാം, ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആർ നോട്ട് ട്രൂ അബൌട്ട് കാംഗ്രേജ് കാറ്റിൽ. കാംഗ്രേജ് കാറ്റിലുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന എന്ന് ചോദിച്ചിരിക്കുന്നു. കാംഗ്രേജ് കാറ്റിൽസ് ആർ സിൽവർ ടു അയൺ ഗ്രേ ഇൻ കളർ. സിൽവർ ടു അയൺ ഗ്രേ ഇൻ കളർ ശരിയായ പ്രസ്താവനയാണ്. അത് തെറ്റെന്ന് പറഞ്ഞാൽ അവന്റെ മണ്ടയ്ക്ക് നമ്മൾ അടിച്ചിരിക്കും. എയിൽ പറയുന്നു 1 തെറ്റെന്ന്, നമ്മൾ അത് വെട്ടി. ദ മസിൽ ഓഫ് കാംഗ്രേജ് കാറ്റിൽ ഈസ് ബ്ലാക്ക് ആൻഡ് നോസ് ഈസ് അപ്ടേൺഡ്. അത് ശരിയാണ് അല്ലേ. തെറ്റല്ലേ ചോദിച്ചിരിക്കുന്നത്. നോട്ട് ട്രൂ കൊണ്ട് വട്ടോട്ട് വയ്ക്കാൻ മറക്കണ്ട കേട്ടാ. തെറ്റാ ചോദിച്ചിരിക്കുന്നത്, അത് ശരിയാണ്. അതും തെറ്റാണെന്ന് പറഞ്ഞാൽ അവനെയും നമ്മൾ കൊല്ലും അല്ലേ. സിയിലും പറഞ്ഞിരിക്കുന്നു അത് തെറ്റാണെന്ന്. അതുപോലെ കാംഗ്രേജ് കാറ്റിൽ ഈൽഡ് 1400 കിലോഗ്രാം മിൽക്ക് പെർ ലാക്ടേഷൻ. അത് എന്താണ്? നമ്മുടെ പുസ്തക പ്രകാരം എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ നോക്കുക, അത് നമുക്ക് സെലക്ട് ചെയ്യാം. 2 ചോദ്യമുണ്ട്. കാംഗ്രേജ് കാറ്റിൽ ആർ നോൺ ഫോർ ദെയർ ക്രസന്റ് ഷേപ്ഡ് ഹോൺസ്. അത് ശരിയായ പ്രസ്താവനയാണ്. ബിയും വെട്ടിക്കളയാം. ഉത്തരം ഏതായിരിക്കും? ഡി ആയിരിക്കും. ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട അല്ലേ. ഡി ആണ് ഉത്തരം. അടുത്ത് നോക്കാം, ഫൈൻഡ് ഔട്ട് സ്റ്റേറ്റ്മെന്റ് ട്രൂ അബൌട്ട് ഹരിയാന കാറ്റിൽ. ഹരിയാന കാറ്റിലുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഹരിയാന കാറ്റിൽ ഹാവ് സ്ലൈറ്റ്ലി പെൻലെസ് ഇയേഴ്സ്. നമുക്കത് ഒരു സംശയം വന്നുകൊണ്ട് നമ്മൾ വെക്കുകയാണ്. അതില്ലാതെ നമുക്ക് ഉത്തരത്തിൽ എത്താൻ പറ്റുന്നതാം. ഹരിയാന കാറ്റിൽ ആർ വൈറ്റ് ഓർ ലൈറ്റ് ഗ്രേ ഇൻ കളർ. ശരിയാണ്. ഹരിയാന കാറ്റിൽ വൈറ്റ് ഓർ ലൈറ്റ് ഗ്രേ ഇൻ കളറാണ്. 2 ശരിയാണെന്ന് പറയുന്ന പ്രസ്താവനകളെല്ലാം എടുക്കാം. ഇതിൽ 2 ശരിയാണെന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് നമ്മൾ വെട്ടിക്കളഞ്ഞു. ഒന്നാമത്തെ പ്രസ്താവന സംശയമുണ്ട് കേട്ടോ, അതുകൊണ്ട് നമ്മൾ വിട്ടതേ. നോക്കാം, ഇപ്പൊ സംശയം ഉണ്ടെന്ന് വെച്ചോ. സപ്പോസ് നമുക്ക് ആദ്യത്തെ 1, 2 തന്നെ അറിയണമെന്നില്ലല്ലോ. അപ്പൊ അവസാനത്തെ അല്ലെങ്കിൽ ആദ്യത്തെ അറിയാതിരിക്കുമല്ലോ. നോക്കാം, അവസാനത്തെ പ്രസ്താവന ഉത്തരം പിടിക്കാൻ വേണ്ടി നോക്കാം. ഹരിയാന കാറ്റിൽ അഡാപ്റ്റഡ് ടു ഹില്ലി റീജിയൻസ്. ഹരിയാന കാറ്റിൽ അഡാപ്റ്റ് ഹില്ലി റീജിയൻസ്. അതും സംശയമുണ്ട്. ഹരിയാന കാറ്റിൽ ഹാവ് സ്റ്റംബി ഹോൺസ്. അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ 4 ഉള്ളതും കൂടെ മാത്രമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതിൽ 2ലും 4 ഉണ്ട്, ഇത് ഇല്ല. ഇനി നമുക്ക് ബി ആണോ സി ആണോ നമുക്ക് അറിയണം അല്ലേ. അവിടെ നമുക്ക് സംശയം നോക്കാം. നമുക്ക് ഏതാ വരുന്നത്? നമുക്ക് ഇനിയിപ്പോ വരാൻ പോകുന്നത് നമുക്ക് സംശയമുള്ള ഏതൊക്കെയാണ്? ഹില്ലി റീജിയൻസിന്റെ കാര്യം ഒരു സംശയം കിടക്കണം. അതുപോലെ എന്താണ്? ഇതിന്റെ കാര്യത്തിൽ ഒരു സംശയം കിടക്കുന്നത് അല്ലേ. അപ്പൊ എന്താണ്? ഇതിലാണ് സംശയം അല്ലേ. 2ഉം 4ഉം ശരിയാണെന്ന് നമുക്കറിയാം അല്ലേ. ഇനി നമുക്ക് ഇത് തെറ്റാണോ നമുക്കറിയാൻ വയ്യ, ഇത് ശരിയാണെന്ന് അറിയാൻ വയ്യ. ഹില്ലി റീജിയന്റെ കാര്യമാണ് നിൽക്കട്ടെ. എന്നാലും പെൻഡുലസ് ഇയേഴ്സ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, അത് ശരിയാണെന്നുള്ള അസംഷനിൽ നമുക്ക് ബി എടുത്ത് നോക്കാം. ബി ശരിയാകോ? യെസ്, ബി ആണ് ശരിയായിട്ട് വരുന്നത്. അങ്ങനെയുള്ള സമയങ്ങളിൽ സംശയം വരുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു 50-50 ഒക്കെ അടിച്ച് നോക്കാമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൾസോ നോൺ ആസ് ഗ്രേസ് ഹിന്ദി. ഗ്രേസ് ഹിന്ദി അറിയപ്പെടുന്ന ആരാണ്? താർ പാർക്കർ ആണ്, നമുക്കറിയാം അല്ലേ. താർ പാർക്കർ. അതുപോലെ ഡാഷ് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൾസോ നോൺ ആസ് വൈറ്റ് ഹിന്ദി. അതും താർ പാർക്കർ ആണ്, നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് മക്കളെ ചോദ്യങ്ങളൊക്കെ വരിക. ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്താണ് സൂപ്പറായിട്ട് ഇനിയും ചോദ്യങ്ങൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ഇത്രയുള്ള ഈ പോയിന്റ്സ് എല്ലാം നിങ്ങൾ മനഃപ്പാടമാക്കുകയും ഈ പോയിന്റ്സ് എല്ലാം കൺഫ്യൂഷൻ ഇല്ലാതിരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ആ കൺഫ്യൂഷൻ പെട്ടെന്ന് ഇല്ലാതാവത്തില്ല കേട്ടോ. എസ്പെഷ്യലി ബ്രീഡ് പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതാവത്തില്ല. കൺഫ്യൂഷൻ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു വഴി പറഞ്ഞു തന്നു. ആ വഴി കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എനിക്ക് ഫോട്ടോ എടുത്ത് അയക്കണം. പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ 0 എഫേർട്ട് നിങ്ങൾക്ക് ജോലി മേടിക്കാൻ പറ്റും. എഫേർട്ട് ഉണ്ട് കേട്ടോ, 0 എഫേർട്ട് ഞാൻ പറയാനില്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി മറ്റുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് പറ്റും കേട്ടോ. അപ്പോൾ ഓരോ ക്ലാസ്സിലും ഓരോന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം എങ്ങനെ പഠിക്കണം എന്നുള്ള പറഞ്ഞു തരും. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ബാക്കി എല്ലാം നമുക്ക് വിടുക. കാര്യം ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 250ഓളം പേരാണെങ്കിൽ ഈ പ്രാവശ്യം ഒരു 500ഓളം പേര് ഇനി കയറാൻ പോകുന്ന 500ഓളം ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ എല്ലാവരും സഹകാരി റേസ് പ്ലസ് തന്നെ ആയിരിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസ തരികയാണ്. താങ്ക് യു ഓൾ വൺസ് അഗെയിൻ. ഗുഡ് ബൈ.